എന്താണ് നീതി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് ഉത്തരം പറയും. നീതി നീതി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തർക്കും അർഹമായത് ലഭിക്കുക. ഓരോരുത്തർക്കും അർഹമായത് നൽകുക എന്നുള്ളതാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ നീതി അതിലും അപ്പുറത്താണ്. നമുക്ക് നീതികരമായിട്ട് ലഭിക്കേണ്ടാത്തതൂടെ തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് ഓരോരുത്തർക്ക് ലഭിക്കേണ്ടത് അല്ലേ? എന്താണ് അർഹമായിട്ടുള്ളത്? എന്താണ് അർഹമായിട്ടുള്ള സംഭവം? എന്താണ് അതിന്റെ മാനദണ്ഡം? ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ അല്ലെ? ഇപ്പൊ എനിക്ക് അർഹമായിട്ടുള്ളത് എനിക്ക് ലഭിക്കണം. അപ്പൊ ഈ അർഹത എന്നുള്ളത് ദൈവത്തിന്റെ കരുണയാണോ? അതിനൊരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. ഒരെണ്ണം ദൈവത്തിന്റെ കരുണ കൊണ്ട് എനിക്ക് ലഭിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഒന്നും കൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ദൈവത്തിന്റെ മക്കളാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണെങ്കിൽ ദത്തപുത്രന്മാരാണ്. പിന്നെ മക്കൾ അവകാശികളാണ്. ഓക്കെ. ഇനി പഴയ നിയമത്തിൽ നോക്കുമ്പോ ദൈവം ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചു അല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ ഇതിൽ തന്നെ വായിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം രൂപരഹിതമാണ് അല്ലെ? അതിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അപ്പോ ഈ ശൂന്യമായതിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം ശൂന്യമായതിൽ നിന്ന്. അപ്പൊ നമ്മളും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു. പല കലകള്, പല കാര്യങ്ങള്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്തെങ്കിലും ബന്ധപ്പെടുത്തിയതാണല്ലേ? ഉള്ള ഒരു സംഭവത്തിന്റെ മീതെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്തതിൽ നിന്ന് ഒന്നും എനിക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ദൈവം ഇവിടെ സൃഷ്ടിച്ചപ്പോൾ ഇല്ലാത്തതിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. അത് തന്നെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോ പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴത്തെ പ്രത്യേകത? സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി 1:26-27 വായിക്കുന്നു. 2:7 വായിക്കുന്നു. ദൈവം അവന്റെ രാസാന്തരങ്ങളിലേക്ക് കുഴിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്ത കാര്യം എന്ന്. നമ്മള് കുഴിയിലേക്ക് പോകാനുള്ളവരാണെന്ന് സൂചിപ്പിക്കാനും ഒപ്പം മണ്ണിൽ നിന്നല്ല കുഴിയിൽ നിന്നാണ്, പദാർത്ഥത്തിന് അല്പം വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാനും നമ്മളിലുള്ള ജീവശ്വാസം ദൈവത്തിന്റെ ശ്വാസമാണെന്ന് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ നമ്മള് ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കുക എന്ന് പഴയ നിയമത്തില് പറയുമ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതിനാൽ തന്നെ നാം എല്ലാവരും സഹോദരരും സഹോദരിമാരുമാണ്. എങ്ങനെയൊക്കെയോ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ആ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. അവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ സാമൂഹ്യ നീതി പഴയ നിയമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു പൂർത്തീകരണം എന്ന പോലെ ഈശോ കരുണയുടെ ഒരു മൂർത്ത ഭാവവും രൂപവുമായിരുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമാണല്ലേ? അപ്പൊ ദൈവം ഇങ്ങനെ എല്ലാം സൃഷ്ടിച്ചെങ്കിലും ദൈവം അതിന് പേര് കൊടുത്തിട്ടില്ല. പേര് കൊടുത്ത ഡ്യൂട്ടി ആരാ ചെയ്തത്?
മനുഷ്യനാണ് പേര് കൊടുത്ത ഡ്യൂട്ടി ചെയ്തതിലെ. അപ്പൊ മനുഷ്യൻ പേര് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പേര് വിളിച്ചത് അത് അതിന്റെ പേരായി തീർന്നു. അപ്പോ ഇതിലൂടെ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിന്റെ അടിമയാകരുത്. നമ്മൾ അതിന്റെ മീതെ നിൽക്കേണ്ട ആളുകളാണ്. അപ്പൊ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപം, നമ്മളിലെ ദൈവത്തിന്റെ രൂപമാണല്ലോ. നമ്മുടെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഛായ സാദൃശ്യം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പല ബൈബിൾ ക്ലാസ്സിലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും എന്താണ് ഈ ഛായ സാദൃശ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒരാള്? ദൈവത്തിന്റെ മനസ്സ് പോലെ നമ്മളും ആകണം. ദൈവത്തിന്റെ മനസ്സ് പോലെ ആകണം. പിന്നെ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന് ഏതൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവം? ശാന്തത, ക്ഷമ, ശാന്തത, സ്നേഹം. ക്ഷമ, സ്നേഹം, കരുണ, ദയ, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഞാൻ ഈ ഇതിലെല്ലാം വളരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും വളരും. ഇപ്പോ നീതി എന്നുള്ളത് റോമൻ നിയമ വ്യവസ്ഥയിലെ വളരെയധികം പ്രാബല്യത്തിൽ വന്നിരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അർഹമായത് നൽകുക അല്ലെങ്കിൽ അത് ലഭിക്കുക, അവിടെയാണ് നീതി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് അർഹമായത് നൽകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. കൊടുത്താലാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോ സമൂഹത്തിൽ നിലനിൽക്കേണ്ട കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലെ സന്തുലിതാവസ്ഥയാണ് സാമൂഹ്യ നീതി. ഇപ്പോ നമ്മള് കൊടുക്കുന്നു, വാങ്ങുന്നു, അപ്പൊ അതിലൊരു സന്തുലിതാവസ്ഥയാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഈ സാമൂഹ്യ നീതിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് മനുഷ്യന് പല കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും എല്ലാം വിധേയമാകുന്നത്. ആദ്യം ഭവനത്തിൽ തുടങ്ങുന്നു, സഹോദരങ്ങളിൽ തുടങ്ങുന്നു, ഭവനത്തിൽ തുടങ്ങുന്നു, സമൂഹത്തിൽ തുടങ്ങുന്നു, ലോകരാഷ്ട്രങ്ങളിൽ ഇതിങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലെ സന്തുലിതാവസ്ഥ നമുക്കത് പല മേഖലകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? മാതാപിതാക്കള് മക്കളുടെ കാര്യത്തിൽ, മക്കള് മാതാപിതാക്കളുടെ കാര്യത്തിൽ അവിടെ തുടങ്ങുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് വരുന്നത്. ഈ സന്തുലിതാവസ്ഥ പാലിക്കാനായിട്ട് ഓരോരുത്തരും പഠിക്കേണ്ടത് വളരെ നല്ലതാണ്. എന്താണ് ഓരോരുത്തർക്കും അർഹമായത്, അല്ലെ? ഇപ്പൊ ഓരോരുത്തർ അർഹമായത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരാണിത് തീരുമാനിക്കുന്നത്? ഓരോരുത്തർക്കും അർഹമായത് എന്താണെന്ന്. എന്താണ് ഒരാളുടെ അവകാശം? എന്റെ അവകാശം എന്താണ്? ഇപ്പോ എന്താണ് നമ്മുടെ കടമകള്? ആരാണ് അവകാശങ്ങളും കടമകളും നിശ്ചയിക്കുന്നത്? ഇപ്പൊ ഓരോരുത്തർക്കും അർഹമായത് ഞാൻ പറഞ്ഞു, നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അർഹമായത് കൊടുക്കണം. എന്താണ് ഒരാളുടെ അവകാശം? എന്താണ് ഒരാളുടെ അവകാശം? എന്താണ് ഒരാളുടെ അവകാശം? ആരെങ്കിലും ഒരാൾ പറയാം. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യന് ദൈവം കൽപ്പിച്ചു കൊടുത്തേക്കുന്ന ഡിഗ്നിറ്റിയും അവനുള്ള സ്വാതന്ത്ര്യവും അവന്റെ വില്ല് എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഫ്രീഡവും എല്ലാം അവന് കൊടുത്തിട്ടുണ്ട്. അത് അവന് ദൈവം അംഗീകരിച്ചു കൊടുത്തേക്കുന്ന ആ അവകാശം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അവന് ഡ്യൂ ആയിട്ടുള്ള കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളുടെ ഡിഗ്നിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇത് ഈ അവകാശം വ്യത്യസ്തമാണ്. ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്യണം. പക്ഷെ നമ്മളൊരു കുടുംബത്തില് നോക്കുകയാണെങ്കിൽ ഭർത്താവിന് അവകാശപ്പെട്ടത് ഭർത്താവിന് നൽകണം, ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് ഭാര്യയ്ക്ക് നൽകണം, മക്കൾക്ക് അവകാശപ്പെട്ടത് മക്കൾക്ക് നൽകണം. പിന്നെ സ്കൂളുകളിലാണെങ്കിലും കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് അവകാശപ്പെട്ട് നൽകണം, ടീച്ചർക്ക് അവകാശപ്പെട്ട് നൽകണം, ജോലി ചെയ്യുമ്പോഴായാലും അവർക്ക് അവകാശപ്പെട്ടത് നൽകണം. അപ്പൊ ഓരോരുത്തർക്കും ഈ അവകാശപ്പെട്ടത് തീരുമാനിക്കാൻ സൊസൈറ്റി ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. പിന്നെ കടമകളിലെ ഇപ്പൊ നമ്മുടെ കടമകളും ഒരു പരിധിവരെ നമ്മുടെ സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ കടമ എന്താണ് എന്നുള്ളത്. പിന്നെ ഈ തീരുമാനിച്ച കടമകൾ മാത്രമായിരിക്കില്ല നമുക്ക് ചെയ്യേണ്ടി വരിക. സ്നേഹമുള്ളിടത്ത്
അവിടെ നിയമങ്ങൾക്കപ്പുറം നാം കടമകൾ ചെയ്യും. കാരണം ഈ കടമകൾ ചെയ്യുന്നത് മനുഷ്യരുടെ ഡിഗ്നിറ്റിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അവന്റെ ഡിഗ്നിറ്റിയെ കീപ്പപ്പ് ചെയ്യാനും അവനെ ഉയർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കടമകള് സ്നേഹത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രവാചകന്മാർ ചെയ്തു, രാജാക്കന്മാർ ചെയ്തു, ഈശോ ചെയ്തു അല്ലെ. ഈശോ മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ ഉയർത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്തു. ഏതെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഈശോ മനുഷ്യന്റെ ഡിഗ്നിറ്റി ഉയർത്താൻ വേണ്ടി ചെയ്തത്? പാപിനിയായ സ്ത്രീനെ രക്ഷിച്ചത്, അവളുടെ പാപങ്ങളൊക്കെ കഴുകി. പാപിനിയായ സ്ത്രീയെ എന്ത് ചെയ്തു? ഒരിക്കലും കണ്ണീരുകൊണ്ട്. അപ്പൊ പാപത്തെ കുറിച്ചിട്ട് ഈശോ ഒരിക്കലും അവളോട് വെളിപ്പെടുത്തുന്നില്ല അല്ലെ. അപ്പൊ ആ ഡിഗ്നിറ്റി ഉയർത്തുന്നു. അതുപോലെ സാപത്ത് ഇതിലെ കൈ ശോഷിച്ച മനുഷ്യന് അവന് സൗഖ്യം നൽകിയിട്ട് അവനോട് പറയണം, അവന്റെ ഡിഗ്നിറ്റി ഉയർത്തി. മറ്റുള്ളവരാൽ സക്കേവൂസ്, അങ്ങനെ പിന്നെ നമ്മുടെ കുടുംബത്തിലാണ് ഈശോ ആദ്യം തന്നെ ഡിഗ്നിറ്റി ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷ പ്രകാരം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോഴും ഒരു വിവാഹവേളയിൽ വീഞ്ഞു തീർന്നു പോകുക എന്നുള്ളത് ആ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഡിഗ്നിറ്റിയെ താഴ്ത്താൻ പോകുന്ന ഒരു സംഭവമായിരുന്നു. അത് മനസ്സിലാക്കി ഈശോ അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ആ കുടുംബത്തിന്റെ ഡിഗ്നിറ്റി ഈശോ കീപ്പപ്പ് ചെയ്തു. അതുപോലെ ഈശോയുടെ എല്ലാ കാര്യത്തിലും ഈ കരുണയിൽ നിന്നും മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി ഉയർത്തുന്ന പെരുമാറ്റങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾക്ക് എന്തുമാത്രം ദൈവം നൽകുന്നുവോ അതിനനുസരിച്ച് നാം എൻ്റെ കൂടെയുള്ളവരുടെ ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ആരാണ് അവകാശങ്ങളും കടമകളും നിശ്ചയിക്കുന്നത്? നമ്മുടെ സൊസൈറ്റി നിശ്ചയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹവും ഈ അവകാശങ്ങളും കടമകളും നിശ്ചയിക്കുന്നു. അപ്പൊ സൊസൈറ്റി നിശ്ചയിക്കുന്നത് മാത്രം ചെയ്താല് അവിടെ ഒരു ദൈവത്തിന്റെ സാമൂഹ്യ നീതി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല നമ്മുടെ സൊസൈറ്റിയിൽ. അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിൽ നിന്നും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ അതിന് വളരെ വലിയ വില കാണാനായിട്ട് സാധിക്കും. ആദ്യം ഇത് കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യണം. കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്താലാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രാക്ടീസ് ചെയ്താൽ അവര് സമൂഹത്തിൽ ചെയ്യും. അങ്ങനെ രാഷ്ട്രത്തിലേക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു നീതി പാലിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം മനുഷ്യ വ്യക്തിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം തന്നെ മനുഷ്യ വ്യക്തിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആരാണ് ഞാൻ അല്ലെ? നമ്മളിങ്ങനെ കുറച്ചു കാലത്ത് ഇവിടെ കുറച്ചു നാളത്തേക്ക് ഈ ലോകത്തിലേക്ക് വരുന്നു, ബൈ ബൈ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓട്ടമൊക്കെ ഓടി പൂർത്തിയാക്കി ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. അപ്പോ ഈ ഞാൻ ആരാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉൽപ്പത്തി 1:26-27 ജനസിസ് 2:7 പറയുന്ന പോലെ നമ്മള് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിന്റെ ശ്വാസം ക്യാരി ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പോ ഈ എനിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ എന്റെ സ്ഥാനം നിർണയിക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് എന്റെ സ്ഥാനം നിർണയിക്കുന്നത്. എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയാല് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ കുറെ കടമകള് ഞാൻ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ എന്റെ ഉറവിടം എന്താണ്? എന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ദൈവമാണ് എന്നെ കുറിച്ച് വളരെ വലിയ സ്വപ്നം കണ്ട് ഈ ലോകത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം, അല്ലാണ്ട് എൻ്റെ ലക്ഷ്യമല്ല. അപ്പൊ നമ്മൾ അനുദിനം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നീ എന്നെ വളരെ വലിയ സ്വപ്നം കണ്ട് വളരെ വലിയ ഉദ്ദേശത്തോടുകൂടി എന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു, അത് എന്നിൽ നിറവേറാനായിട്ട് എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയാണ്. ഒപ്പം നമ്മുടെ ചില ആഗ്രഹങ്ങൾ പറയാം, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു വാക്കുണ്ട്, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ എന്നുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങൾക്കനുസരിച്ച് നീതിയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും
വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ആരാണെന്നും എന്റെ സമൂഹത്തിൽ എന്റെ സ്ഥാനം എന്താണെന്നും എന്റെ ഉറവിടം എന്താണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കിയാല് നീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നമുക്ക് വ്യത്യാസമുണ്ടായിരിക്കും. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹ്യ നീതിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ നിലകൊള്ളുന്നത് പ്രപഞ്ചോൽപത്തിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചുള്ള വിവരണത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹ്യ നീതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രപഞ്ചത്തെ കുറിച്ച് സൃഷ്ടിയെ കുറിച്ച് 2 വിവരണങ്ങളുണ്ട്. ഒന്നാം അധ്യായം 2 മുതൽ 4 വരെ പുരോഹിത പാരമ്പര്യം. നമുക്കറിയാം 4 പാരമ്പര്യങ്ങളാണ് ഇതില് പഞ്ചഗ്രന്ഥിയിലുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് പുരോഹിത പാരമ്പര്യം. പടിപടിയായി നടന്ന സൃഷ്ടികർമ്മത്തിനൊടുവില് സൃഷ്ടികളുടെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഈ ദൈവം ഓരോ സൃഷ്ടികർമ്മം നടത്തുമ്പോഴും ദൈവം പറയുന്നുണ്ട് അത് നല്ലതാണെന്ന്. കാരണം ഈ ഗ്രന്ഥകർത്താവ് അത് അടിവരയിട്ട് പറയാൻ കാരണം ദൈവത്തിനറിയാം ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന്. പക്ഷെ നമ്മള് അതൊന്നുകൂടി വായനക്കാർക്കും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗ്രന്ഥകർത്താവ് ചേർക്കുകയാണ് ദൈവം സ്പർശിച്ചതെല്ലാം നല്ലതാണ്, ദൈവം സ്പർശിച്ചതെല്ലാം നല്ലതാണ്. അങ്ങനെ പിന്നെ രൂപരഹിതമായതിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 2:5-25 യാഹ്വിസ്റ്റ് പാരമ്പര്യം ആദ്യം മനുഷ്യനും പിന്നീട് മനുഷ്യനു വേണ്ടി മറ്റു വസ്തുക്കളും ജീവികളും സൃഷ്ടിച്ചു. അപ്പൊ അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മറ്റു ജീവികളെ സൃഷ്ടിക്കുന്നത്. ആദ്യത്തേല് നമ്മൾ കാണുന്നു എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒപ്പം മനുഷ്യന് ഒരു ദൗത്യം കൊടുക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുക. അപ്പൊ ഈ പ്രപഞ്ചത്തോട് ഞാൻ എന്ത് ചെയ്യണം? നീതി കാണിക്കണം, കരുണ കാണിക്കണം. അതിൽ തന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്റെ കൈകളിൽ ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്താണ്? ഈ പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാനുള്ള കടപ്പാടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ 2 വിവരണത്തിലും ഉൽപ്പത്തി 1:20 ആദ്യത്തേതിലും രണ്ടാമത്തെ അധ്യായത്തിലും മനുഷ്യന്റെ മഹത്വവും മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനെ സൃഷ്ട പ്രപഞ്ചത്തോടും മനുഷ്യനെ മനുഷ്യരോടുള്ള ബന്ധവും അവതരിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം. മനുഷ്യന്റെ മഹത്വം അല്ലെ. ഇപ്പൊ കാരണം മനുഷ്യന് ആരോട് ബന്ധമുണ്ട്? ദൈവത്തോട് ബന്ധമുണ്ട്. മനുഷ്യനെ സൃഷ്ട പ്രപഞ്ചത്തോട് ബന്ധമുണ്ട്. മനുഷ്യനെ മനുഷ്യരോടുള്ള തന്നെ ബന്ധമുണ്ട്. ഒരു മിനിറ്റ്. നമ്മുടെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളില് നമ്മള് പൗലോസ്ലീഹ പറയുന്നുണ്ട് സൃഷ്ടപ്രപഞ്ചം മനുഷ്യ മക്കളുടെ എന്താണ് ലിബറേഷന്, ഫ്രീഡത്തിന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചം അതിൽ തന്നെ അതിന് ഈ അടിമത്തത്തിൽ നിന്ന് മോചിതമാകാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു ഹാർമണി, സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഈ നഷ്ടപ്പെട്ട സന്തുലിതാവസ്ഥ നേടിയെടുക്കണമെങ്കിൽ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രപഞ്ചം പോലും മനസ്സിലാക്കുന്നെന്ന് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളില് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രമാണ്, ഇത് തന്നെയാണ് ഈശോ പറയുന്നത്, ആദ്യം നാം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്ന ഒരു കാര്യം. ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിന്റെ തന്നെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. എന്റെ കൂടെയുള്ളവരും അപ്രകാരം ദൈവത്തിന്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യന് എന്നോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, അതുപോലെ തന്നെ സൃഷ്ട പ്രപഞ്ചത്തോടുള്ള ബന്ധം, ഇതാണ് സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. ദൈവത്തോടുള്ള ബന്ധമാണ് മനുഷ്യ മഹത്വത്തിന്റെ അടിസ്ഥാനം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഛായ, സേലം എന്നാണ് ഹീബ്രു വാക്ക്. പ്രതിമ, പ്രതിരൂപം, വിഗ്രഹം എന്നൊക്കെ അർത്ഥമുണ്ട്.
മനുഷ്യൻ ദൈവത്തിന്റെ തനി പകർപ്പോ വിഗ്രഹമോ ആയി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഞാൻ ഈ സ്നേഹത്തിലും ക്ഷമയിലും കരുണയിലും ഒക്കെ വളരുന്നതിനനുസരിച്ച് എന്നിലെ ദൈവത്തിന്റെ ഛായ കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മളോട് ആളുകൾ ചോദിക്കുന്നത്, ഞാൻ കൂടുതലായിട്ട് കരുണ കാണിക്കുമ്പോ ആർ യു ഗോഡ്, നീ ദൈവമാണ് എന്ന് ചോദിക്കില്ലേ? അത്രമാത്രം ദൈവത്തിന്റെ ഛായ ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ എന്നിൽ അത് തെളിഞ്ഞിങ്ങനെ വരും. ഇപ്പൊ സാദൃശ്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഏകദേശ രൂപമാണ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടവും അതുപോലെ തന്നെ തന്നെ പ്രതിനിധിയുമായിട്ടാണ് ഈ ലോകത്തില് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതല് ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. മനുഷ്യൻ മണ്ണിൽ നിന്നും മെനയപ്പെട്ടു, ദൈവത്തിന്റെ ജീവശ്വാസം നിശ്വസിച്ചില്ലേ? ഒരു ശ്വാസത്തമ്മ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. അപ്പോ ഒന്നാമത്തെ ഒരു കാര്യം അതാണ്, മനുഷ്യൻ മണ്ണിൽ നിന്ന് മെനയപ്പെട്ടു, ദൈവം അവനില് ജീവശ്വാസം നിശ്വസിച്ചു. രണ്ടാമത്തേത്, മണ്ണിൽ നിന്ന് ഉള്ളവനായതിനാൽ മർത്യൻ ദൈവത്തിന്റെ ജീവശ്വാസം ഉള്ളതിനാൽ മണ്ണിൽ നിന്നും അതീതനാണ് അവൻ. നമ്മള് വെറും മണ്ണല്ല, ഈ മണ്ണായിട്ടുള്ള മനുഷ്യനെ, ജീവൻ നൽകിയ മനുഷ്യനെ ദൈവത്തിന്റെ ശ്വാസം ക്യാരി ചെയ്യുന്നവനാണ്. അപ്പോ ഞാൻ വെറും മണ്ണല്ല, പദാർത്ഥമല്ല, എന്നിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു അംശം കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അതേസമയം മനുഷ്യൻ മണ്ണിനോടും ദൈവത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു, മർത്യനും അമർത്യനും. ഇതാണ് മനുഷ്യ മഹത്വത്തിന് നിദാനം. ഞാൻ മണ്ണിനോടും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ ഞാൻ ദൈവത്തോടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി സൃഷ്ടി വിവരണത്തിലെ സാമൂഹ്യ നീതിയെ കുറിച്ച് നമുക്ക് കാണാം. ഒന്നാമത്തെ കാര്യം, എല്ലാ മനുഷ്യരും മഹത്വമുള്ളവരാണ്. ഞാൻ മാത്രമല്ല മഹത്വമുള്ള വ്യക്തി, എല്ലാ മനുഷ്യരും. കാരണം എല്ലാവരും തന്നെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്ത്രീയും പുരുഷനും തുല്യ മഹത്വവും തുല്യ അവകാശങ്ങളും ഉള്ളവരാണ്, അല്ലെ? അപ്പോ ചിലപ്പോഴൊക്കെയും നമ്മുടെ സൊസൈറ്റിയിൽ കാണാം, പുരുഷനാണ് വലുത്, സുപ്പീരിയർ, സ്ത്രീ ഒരു ഇൻഫീരിയർ ആയിട്ട് പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പുരുഷൻ ഹെഡായിട്ട് നിൽക്കുന്നു, സ്ത്രീ താഴെ. ഇന്ന് ആ അവസ്ഥ കുറെയൊക്കെ മാറി. അപ്പോ എന്നാലും ചിലയിടത്തെല്ലാം നമ്മളിത് കാണും, സ്ത്രീയെ ഒരു പുരുഷന് വേണ്ടിയുള്ള ഒരാളായിട്ട് ഇങ്ങനെ കാണുന്നു, അല്ലേ? മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് ബൈബിളിലെ പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്, അപ്പൊ പുരുഷനാണ്, അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി നമ്മൾ കാണുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, അങ്ങനെ ആരും തന്നെ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ഉണ്ട്, വളരെ കുറവാണ്. ചില സ്ത്രീകളുണ്ട്, എന്നാലും മെജോറിറ്റി ഇല്ല. പിന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മള് സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തില്ല, ഒരുപാട് പെൺകുട്ടികളെ നമ്മൾ ഒന്നു കളഞ്ഞു. ഇന്ന് പല പുരുഷന്മാരാണ് കല്യാണം കഴിക്കാതെ നിൽക്കുന്നത്. അപ്പൊ സ്ത്രീയും പുരുഷനും ഈ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമാണ്. അപ്പൊ തുല്യ അവകാശങ്ങളും ഉള്ളവരാണ്. വർണ്ണവർഗ ജാതി വ്യത്യാസങ്ങളൊന്നും ദൈവകൽപിതമല്ല, അതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചപ്പോ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല, എല്ലാവരും തുല്യരാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് മനുഷ്യൻ സമൂഹ ജീവിയാണ്, എല്ലാവരും അയൽക്കാരാണ്. അപ്പോ ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ ചിന്തിക്കും, ഞാൻ ഒരു ഏകാന്തവാസം നയിക്കാന്ന്. ഏകാന്തവാസം നയിക്കുകയാണെങ്കിലും എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം, ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ ജലം വേണം. ഇതെല്ലാം ഞാൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല, നമ്മള് സമൂഹ ജീവിയാണ്. സാമൂഹിക നീതി ഉറപ്പാക്കുന്നത് മനുഷ്യനിർമ്മിതമായ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി സകല മനുഷ്യർക്കും ഓരോ മനുഷ്യ വ്യക്തിക്കും ദൈവം കൽപ്പിച്ചിരിക്കുന്ന അമൂല്യത, മഹത്വം അംഗീകരിക്കപ്പെടുന്നിടത്ത് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. ഇത് ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവന്റെ അമൂല്യതയും മഹത്വം നമ്മൾ അംഗീകരിക്കുമ്പോൾ സാമൂഹ്യ നീതി നാം ഈ ലോകത്തിൽ നൽകുവാനായിട്ട് ഇടയാക്കുന്നു. മാതാപിതാക്കള് പരസ്പരം, മാതാപിതാക്കള് മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, അവിടെയാണ് അതിന്റെ ബാലപാഠം തുടങ്ങുന്നത്. പിന്നീട് അവര് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ സ്കൂളുകളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും ഓരോരുത്തർക്കും കൊടുക്കേണ്ട അമൂല്യതയും മഹത്വവും
അംഗീകരിക്കപ്പെടുമ്പോഴാണ് ഈ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞിരുന്നാല് അവിടെ ഈ സാമൂഹിക നീതി ഉറപ്പാകാതെ പോകുന്നു. പകരം അവിടെ കൊലപാതകവും അസൂയയും നിറഞ്ഞ് അഹങ്കാരം നിറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആധിപത്യം, കാതൽ. എല്ലാ മനുഷ്യർക്കും മഹത്വം മാത്രമല്ല ചില അവകാശങ്ങളുമുണ്ട്. എല്ലാ മനുഷ്യർക്കും മഹത്വം മാത്രമല്ല ചില അവകാശങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ കാണും തുടക്കം മുതൽ തന്നെ അസൂയ വന്നു കഴിഞ്ഞാല് ഈ അവകാശങ്ങള് നമ്മൾ മറന്നു പോകും. അപരനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഇത് 31:26-28 ദൈവം മനുഷ്യനെ അവൻ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പക്ഷേ അസൂയ നിറയുമ്പോൾ നമ്മൾ അപരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുവഴി ദൈവം ആ വ്യക്തിയിലൂടെ എന്ത് ഈ ലോകത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുവോ അത് സാധ്യതമാകാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ സകല ചരാചരങ്ങളോട് മനുഷ്യനുണ്ടാകേണ്ട ഒരു ബന്ധമുണ്ട്. കാരണം ഇവിടെ നമ്മൾ 26-28 വായിക്കുന്നു, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ എല്ലാറ്റിനോടും നമുക്കൊരു ബന്ധമുണ്ടായിരിക്കണം. ഞാൻ അവരെ കാത്തു പരിപാലിക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പൊ ആധിപത്യം സ്ഥാപിക്കുക, കീഴടക്കുക എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അർത്ഥം നമ്മൾ ഉൽപ്പത്തി 2:15 കാണാനായിട്ട് സാധിക്കും. പിന്നീട് ബൈബിളിലുടനീളം കാണാനായിട്ട് നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കാണാം. അതായത് ഞാൻ കൃഷി ചെയ്ത് സംരക്ഷിക്കണം, ഈ ഭൂമിയെ ഉപയോഗപ്രദമാക്കണം. വെറുതെ മുള്ളും മുൾച്ചെടികളും മാത്രം വളർത്തേണ്ട ഒരു സ്ഥലമല്ല ഈ ഭൂമി. ആധിപത്യം ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് മാത്രമല്ല, ഞാന് അതിന്റെ അടിമയാകാനായിട്ട് പാടില്ല. ഞാൻ ഈ പറ്റില്ല. നമുക്ക് പഴയ നിയമത്തിലും അതുപോലെ നമുക്ക് ചുറ്റുമൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രപഞ്ചത്തിലുള്ളവരെ ആരാധിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചത് അതിനും മുകളിലാണ്. എന്റെ കീഴിലാണ് ഇവർ നിൽക്കുന്നത്. എന്റെ കീഴിലുള്ള ഈ പ്രപഞ്ചത്തെ ഞാൻ ആരാധിക്കേണ്ട ആവശ്യമില്ല. സൃഷ്ടപ്രപഞ്ചത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക ഇഷ്ടം പോലെ ഞാൻ എന്ത് ചെയ്യണം, അത് ഉപയോഗിക്കണം. ഇവിടെയും മറ്റുള്ളവരെ ഞാൻ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്കൊരു സംരക്ഷണമാണ് ഞാൻ നൽകേണ്ടത്. ദൈവികമായ അധികാരം എല്ലാ മനുഷ്യർക്കുമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പേർ ഭൂമി കൈയടക്കുന്നത് പാപമാണ്. ഭൂമി സകല വിഭവങ്ങളും സകല ജീവികൾക്കും വേണ്ടിയാണ്. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തില് ജൂബിലി വർഷത്തിലെ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചിട്ട് യഹൂദരുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ ആർക്കെങ്കിലും ഭൂമി നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ 49-ാമത്തെ വർഷം അവരെ തിരിച്ചെടുക്കുന്നു. ജൂബിലി വർഷത്തിൽ തിരിച്ചെടുക്കുന്നു. അവരുടെ കന്നുകാലികള്, വീടുകൾ ഇതൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു സന്തുലിതാവസ്ഥ. അവിടെ കടങ്ങളുണ്ടെങ്കിൽ അത് ഇളച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പൊ കാരണം ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ദൈവം ഈ ഭൂമി എനിക്ക് നോക്കാനായിട്ട് തന്നതാണ്. അപ്പോ ഇത് കുറച്ചു പേര് മാത്രം കൈയടക്കേണ്ടതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒപ്പം സകല ജീവികൾക്കും വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ആധിപത്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരുതൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഞാൻ കാണിക്കണം, മനുഷ്യരോട് കാണിക്കണം. ആ ഒരു കരുണയുടെ ഭാവത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു ആധിപത്യമാണ് ഞാൻ കൊടുക്കേണ്ടത്. മനുഷ്യന്റെ കടമ എല്ലാ ജീവികൾക്കും വളരാൻ വേണ്ടി പ്രപഞ്ചത്തെ ക്രമീകരിക്കുക. അപ്പോ എനിക്ക് മാത്രം വളരാൻ വേണ്ടിയിട്ടല്ല, എല്ലാ ജീവികളും ഈ പ്രപഞ്ചത്തിലെ വളരണം. ഈ മിണ്ടാപ്രാണികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ഒപ്പം നമ്മുടെയൊക്കെയും പ്രപഞ്ചത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കാനുള്ള ഒരു കടമ നമുക്കുണ്ടായിരിക്കണം. ആദ്യം ഈ കടമ എൻ്റെ ഭവനത്തിന് ചുറ്റിലുമാണ് ഞാൻ ചെയ്യേണ്ടത്. ഒപ്പം സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ സൊസൈറ്റി ആരുടെ എൻ്റെ അല്ലല്ലോ എന്നുള്ള ഭാവത്തോടെ നമ്മുടെ സമൂഹത്തെ നാം മോശമായിട്ട് കാണുകയോ അതിനെ മോശമായി ചിത്രീകരിക്കുകയോ അതിനെ റെസ്പെക്ട് ചെയ്യാതെ പെരുമാറുകയോ ചെയ്യരുത്. മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കുകയാണ് അല്ലെ, സൃഷ്ടിച്ചതിന് ശേഷം. അതായത് മനുഷ്യൻ അവിടെ അധ്വാനിക്കണം,
തോട്ടം സംരക്ഷിക്കണം. ഭൂമി കീഴടക്കേണ്ട ശത്രുവല്ല, അതേസമയം ഭൂമി മനുഷ്യന്റെ സ്വത്തുമല്ല, ദൈവത്തിൻ്റെതാണ്. ഒരിക്കലും ഭൂമിയെ ശത്രുവായിട്ട് കാണരുത്, മനുഷ്യന്റെ സ്വത്തുമായിട്ട് കാണരുത്. ദൈവം കുറച്ചു നാളത്തേക്ക് കുറച്ച് ആളുകൾക്ക് തന്നിരിക്കുന്നു. ഞാൻ അതിനെ സംരക്ഷിച്ച് എനിക്കും മറ്റുള്ളവർക്കും ഉപയോഗയോഗ്യമായ വിധത്തില് ഞാൻ അതിനെ ഉപയോഗിക്കണം. മനുഷ്യന്റെ പൂർണ്ണത സ്ത്രീയുടെ സൃഷ്ടി, അതായത് മനുഷ്യൻ സമൂഹ ജീവിയാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട് മനുഷ്യന് ചേർന്ന ഒരു ഇണയെ കണ്ടില്ല എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോ അതായത് മനുഷ്യൻ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാണ്. എനിക്ക് ആരും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു വളർച്ച ഉണ്ടാവുകയില്ല. ഇനി നമ്മുടെ പഴയ നിയമത്തില് ഇസ്രായേൽക്കാർ ഇങ്ങനെ 400 വർഷം അടിമകളായിട്ട് ജീവിച്ചു. നീതി നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് ദൈവം എന്തുകൊണ്ട് അവരുടെ കരച്ചിൽ കേട്ടില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമില്ല. പക്ഷെ 400 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവരുടെ കരച്ചിൽ കേൾക്കാണ്. പുറപ്പാട് 2:23-24 നമ്മളത് വായിക്കുന്നത്. ദൈവം അവരുടെ നിലവിളി കേട്ടു. പിന്നീട് 3-ാമത്തെ അധ്യായത്തില് ദൈവം മോശയെ വിളിക്കുന്നു. അങ്ങനെ അവരെ അടിമത്തത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവരെ ദൈവം വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുന്ന ഒരു തന്നെ. ഈ വിളിച്ച ദൈവം അവരൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവര് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവം നൽകുന്ന കരുണ, നീതി അവർക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോവുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ പ്രവാചകന്മാര് നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് നീതി നഷ്ടപ്പെട്ട അവരെക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നതായിട്ട് കാണാം. നീതി നിഷേധത്തിനെതിരെയുള്ള ശബ്ദം പ്രവാചകന്മാരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നും നമ്മള് ഈ ബൈബിളിന്റെ ഈ പ്രവാചകന്മാരുടെ ഈ ഒരു സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പല മിഷണറിമാരും, വൈദികരും, സിസ്റ്റേഴ്സും, അൽമാരും ഉൾപ്പെടെ നീതി നിഷേധിക്കപ്പെട്ടവർക്കെതിരെ ശബ്ദമുയർത്താറുണ്ട്. ശബ്ദമുയർത്തുമ്പോൾ പലപ്പോഴും ഉയർന്നു നിൽക്കുന്ന ആളുകള് ഈ ശബ്ദത്തെ ഇല്ലാതാക്കാനായിട്ടും ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആര് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നുവോ അവരെ ഇല്ലാതാക്കും. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ്. നീതിക്ക് വേണ്ടി സ്വരമുയർത്തുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ പ്രവാചകന്മാര് നീതി നിഷേധത്തിനെതിരെ ശബ്ദമാണ്. വെളിപാട് 11:18 നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയെ നശിപ്പിക്കുന്നവര് നീതി നിഷേധിക്കുന്നവരാണ്. ഭൂമിയെ നശിപ്പിക്കുന്നവര് നീതി നിഷേധിക്കുന്നവരാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആധിപത്യം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമല്ല, അതൊരു കാവലിനുള്ള ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് ഞാൻ ഒരു കാവൽ കൊടുക്കണം. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തെ എത്രമാത്രം മനോഹരമാക്കാം, ജീവനുള്ളതാക്കാം, അത് ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഇത് കാണാം. വേറെ ഒരു പോയിന്റാണ് സഹോദരൻ കാവൽക്കാരൻ. പഴയ നിയമത്തിലെ ഉൽപ്പത്തി 4:9 നിന്റെ സഹോദരൻ ആബേൽ എവിടെ, അല്ലെ നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ചോദ്യവും കായേന്റെ തർക്കുത്തരവും സാമൂഹ്യ നീതിയുടെ കാതൽ വെളിപ്പെടുത്തുന്നു. ഇപ്പൊ ഈ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന ഒരു മറു ചോദ്യമാണ് കായേനിൽ നിന്നും വരുന്നത്. ഇവിടെ ദൈവം ചോദിക്കുന്നു, കായേൻ ഒരു തർക്കുത്തരം, അല്ലെ, ചോദ്യത്തിന്റെ രൂപത്തിൽ നൽകുന്നു. ബൈബിളിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഊന്നിപ്പറയുന്ന സത്യം മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണ്. മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണ്. വളരെ മനോഹരമായ ഒരു കഥയാണ് നമ്മുടെ യാക്കോബിന്റെ 12 മക്കളുടെ. ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അവര് അസൂയ കൊണ്ട് ജോസഫിനെ, അവരുടെ തന്നെ സഹോദരനെ വിറ്റു. പക്ഷേ അതുവരെ അവര് സഹോദരന്മാരായിരുന്നു. 12 പേര് സഹോദരന്മാരായിരുന്നു. പക്ഷെ എന്ന് അവര് തന്റെ സഹോദരനെ വിറ്റു, അന്ന് അവര് നിന്റെ മക്കളും ഞങ്ങളും നിങ്ങളുമായി മാറി. അതുവരെ പിന്നീട് ഇവര് വീണ്ടും സഹോദരരാവുന്നത്
ജോസഫിനെ കണ്ട് അവര് പരസ്പരം കെട്ടിപ്പിടിച്ച് ക്ഷമിച്ച്, ജോസഫ് ഇവരോട് ക്ഷമിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും ഇവര് സഹോദരങ്ങളായി മാറുന്നത്. അപ്പൊ നമ്മളിലും നമ്മള് പരസ്പരം ഭിന്നിച്ചു നിൽക്കുമ്പോൾ നിങ്ങളും ഞങ്ങളുമായി മാറും, അല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങളായിട്ട് മാറും. അപ്പോ നമ്മള് പരസ്പരം സഹോദരങ്ങളാണ്. ഇപ്പൊ കുടുംബത്തിലായാലും നമ്മള് പുറത്തു ആയാലും, ഇനി ഇതില് സമർപ്പിതരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവരായാലും അവരെല്ലാം ഈ ഒരു സഹോദരങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോ ഇവിടെ അബേലിന്റെ കൊലപാതകത്തിലൂടെ ദൈവനിഷേധമാണ് നടന്നത്. കായേനിന്റെ ബലിയർപ്പിച്ച വസ്തുവല്ല, അർപ്പകന്റെ ബലിയാണ്. ഇപ്പൊ ഈ ഇവര് രണ്ടുപേരും ബലി നോക്കുമ്പോൾ അവര് അർപ്പിച്ച വസ്തുവിലേക്കല്ല ദൈവത്തിന്റെ ശ്രദ്ധയുണ്ടായിരുന്നത്, അർപ്പകന്റെ ബലിയാണ്. അല്ല, അവരുടെ ഒരു ഹൃദയമാണ് ദൈവം നോക്കിയത്. ബലിയർപ്പണ സമയത്ത് കായേന്റെ ഹൃദയത്തില് തന്നെ ആബേലിനെതിരെ ശത്രുത പതിയിരുന്നു. ഒരു ശത്രുത ആബേലിനോടുണ്ടായിരുന്നു. സഹോദര വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ബലിയർപ്പണം ദൈവത്തിന് സ്വീകാര്യമല്ല. ഇത് നമ്മള് പുതിയ നിയമത്തിൽ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി സഹോദരനുമായിട്ട് രമ്യപ്പെടുക എന്നുള്ള കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഈ എന്റെ പുറമേക്ക് നമ്മളിങ്ങനെ നിൽക്കും, എന്റെ സഹോദരനോട് വിദ്വേഷം വെച്ചിട്ടുള്ളതില് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവത്തിന്റെ കൃപ ആ വ്യക്തിക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. ഏത് ജീവിതാവസ്ഥയിലുള്ളവരായിട്ട്, ഏത് റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിട്ട് എൻ്റെ സഹോദരനെ സ്നേഹിക്കാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. മതം എന്ന് പറയുമ്പോൾ റിലീജിയൻ, അതായത് ഈ റിലീജിയൻ മനുഷ്യനെ ഐക്യത്തിൽ ബന്ധിപ്പിക്കാനാണ് ഓരോ മതങ്ങളും. കായേൻ ഉചിതമായിട്ടല്ല പ്രവർത്തിച്ചത്, അതുകൊണ്ടാണ് ബലിവസ്തു തിരസ്കൃതമാകാനായിട്ട് കാരണം. ഉചിതമായി പ്രവർത്തിച്ചെങ്കിൽ ദൈവം അത് സ്വീകരിച്ചതിന്, ഉചിതമായി പ്രവർത്തിച്ചില്ല. യഥാർത്ഥ ഭക്തിയും സാഹോദര്യവും സാമൂഹ്യ നീതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് ഇവിടെയാണ്. അപ്പൊ നല്ല ശരിയായിട്ടുള്ള ഭക്തിയുള്ളവർക്ക് ഒരു സാഹോദര്യ ബന്ധമുണ്ടാവും. ഈ സാഹോദര്യ ബന്ധമുള്ളിടത്ത് സാമൂഹ്യ നീതിയും ഉണ്ടായിരിക്കും. കായേന്റെ കഥ ശിക്ഷാവിധി നാശത്തിലേക്കല്ല. നമുക്കറിയാം, ദൈവം കായേനോട് കരുണ കാണിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ടും ശിക്ഷിച്ച് കായേനെ ദൈവം മാറ്റി നിർത്തിയില്ല. ഇത് മാനസാന്തരത്തിലേക്കാണ് ദൈവം അവനെ നയിച്ചത്. കൊലപാതകയ്ക്ക് ദൈവം നൽകുന്ന ഒരു സംരക്ഷണം അല്ലെ, ഒരു സംരക്ഷണം നൽകുകയാണ്. നെറ്റിത്തടത്തില് ഒരു അടയാളം ദൈവം നൽകുന്നുണ്ട്. ആരും ആരെയും കൊല്ലുകയില്ലാത്ത, കൊല്ലണം എന്ന ചിന്ത പോലും ഇല്ലാതെ കടന്നു വരുന്ന ഒരു മനോഭാവമാണ് എനിക്കുണ്ടാവുന്നത്. ഒരു ജീവിതശൈലി സ്വന്തമാക്കണം, സാമൂഹ്യ സംവിധാനം സംജാതമാക്കണമെന്ന് ബൈബിളിൽ നിന്നും ഈ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചിലപ്പോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ച് ആരെയും കൊല ചെയ്യുകയില്ലായിരിക്കും, പക്ഷെ വാക്കുകൊണ്ട്, അപവാദങ്ങൾ കൊണ്ട് ഒരുപാട് പേരെ കൊല്ലുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ എന്നിലുണ്ടായിരിക്കാം. അപ്പൊ അത് നമ്മളിൽ നിന്നും എടുത്തു മാറ്റണം. അപ്പൊ അതുള്ളിടത്ത് ഒരു സാമൂഹ്യ നീതി നിലനിൽക്കുകയില്ല. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന മനോഭാവവും, അതോടൊപ്പം തന്നെ ശാന്തിയും സമാധാനവും നിലനിർത്തുകയും ചെയ്യുകയും വേണം. അപ്പൊ എല്ലാവരും സഹോദരങ്ങളാണ്. നമ്മൾ പല കുടുംബങ്ങളിൽ ജനിച്ചവരാണെങ്കിലും നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന വലിയ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. പിന്നീട് കാണുന്നതാണ് ചിതറിക്കുന്ന ഗോപുരങ്ങൾ. ബാബേൽ ഗോപുരത്തെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് പറയുന്നു. ഒപ്പം സാമൂഹ്യനീതി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഗോപുര നിർമ്മാണത്തിന്റെ ലക്ഷ്യം തന്നെ പറയുന്നത്, നമുക്ക് വേണ്ടി ഒരു നഗരം, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒരു ഗോപുരം പണിയാമെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു നഗരം, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒരു ഗോപുരം, ആകാശമുട്ടുന്ന ഒരു ഗോപുരം, നമ്മുടെ പേരും പ്രശസ്തിയും നമ്മള് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തോളം ഉയരണം, ദൈവ തുല്യമാകണം. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറുദീസയിലും കാണുന്നത് അല്ലെ.
അവർക്ക് ദൈവത്തെ പോലെ ആകണം. ദൈവത്തിന്റെ പവർ, ശക്തി സ്വന്തമാക്കുക. അതാണ് പിശാച് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ഇപ്പോ ആ ദൈവത്തിന്റെ ശക്തി സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത്. ഇവിടെയും പറയുന്നത് തന്നെയാണ്, ആകാശം മുട്ടുന്ന ഒരു ഗോപുരം എന്ന് പറയുമ്പോൾ മനുഷ്യനായ ഞാൻ ദൈവ സിംഹാസനത്തോളം ഉയരണം, ദൈവതുല്യനാകണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം മനുഷ്യനിൽ വന്നു. അപ്പൊ അത് തന്നെ ഒരു അഹങ്കാര ചിന്തയാണ്. പിന്നീട് നമുക്ക് എന്താ ഉണ്ടായെന്ന് ബൈബിളിൽ അറിയാം. അതിന്റെ ഒരു തകർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അവർ പറയുന്നുണ്ട്, നമുക്ക് പ്രശസ്തി നിലനിർത്താം, നമുക്കൊരു ഒരു വലിയ ഗോപുരം ഉണ്ടാക്കാം. ദൈവനിയമങ്ങൾക്ക് വിധേയരായി ദൈവത്തിന്റെ പ്രതിരൂപങ്ങളും പ്രതിനിധികളുമായി ഞാൻ ഭൂമിയിൽ നിറയുന്നതിന് പകരം സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. അതായത് അഹങ്കാരം, അഹത്തെ പൂജിക്കുന്നവര് അഹങ്കാരികളായിട്ട് മാറുന്നു. അപ്പൊ ഇവരെ ഈ ബാബേൽ ഗോപുരം പണിതപ്പോൾ ദൈവത്തിന് വിധേയരായിട്ട് ജീവിച്ചില്ല, ദൈവത്തിന്റെ പ്രതിരൂപങ്ങളും പ്രതിനിധികളുമായിട്ട് ഭൂമിയിൽ നിറയുന്നതിന് പകരം നമ്മുടെ പേരും പ്രശസ്തിയും നിലനിർത്താമെന്നാണ് അവർ ചിന്തിച്ചത്. അപ്പൊ അത് തന്നെ ഇവര് ദൈവമായിട്ട് ചിത്രീകരിച്ചു. അത് തന്നെ അഹങ്കാരത്തിന് കാരണമായി. അപ്പൊ അഹങ്കാരത്തിന്റെ ഒരു ഫലമാണ് ചിതറിക്കപ്പെടുക എന്നുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, 1989 ബെർലിൻ മതിലിന്റെ ഒരു ഛിന്ന ഭിന്നമായത് നാശം, അതുപോലെ കുവൈറ്റ് യുദ്ധം, പിന്നീട് പല യുദ്ധങ്ങളും നടന്നു. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി കർത്താവിന്റെ വഴി, ഉൽപ്പത്തി 18:19 നാം വായിക്കുന്നുണ്ട്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാനാണ്. അതായത് കർത്താവിന്റെ വഴി എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഓരോരുത്തരും നീതിയും ന്യായവും പ്രവർത്തിക്കണം എന്നുള്ളത്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണ്. ഉൽപ്പത്തി 12:1-4 പറയുന്നുണ്ട്, സകല ജനതകൾക്കും രക്ഷ നൽകുക എന്നുള്ള ദൈവിക പദ്ധതി, അതുവഴി നീ ഈ ലോകം മുഴുവനും സർവ്വജനത്തിനും നീ ഒരു അനുഗ്രഹ പാത്രമായി തീരുമെന്ന് പറയണം. അപ്പൊ എന്റെ ഓരോ ചുവടുവയ്പിലും ഈ നീതിയും ന്യായവും ഞാൻ പാലിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ വഴിയിലൂടെ നടക്കുന്നു. അപ്പൊ ഇതിനടിസ്ഥാനമായി നിലകൊള്ളുന്നത് നമ്മളെല്ലാവരും സഹോദരരാണ്. സ്നേഹത്തിന്റെ ഒരു കണ്ണി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ 3 പദങ്ങൾ കാണാനായിട്ട് സാധിക്കും: കർത്താവിന്റെ വഴി, നീതി, ന്യായം. ഇപ്പൊ നീതി ന്യായം പ്രവർത്തിച്ചാല് എനിക്ക് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദാമിൽ നിന്ന് തുടങ്ങി കായേലിലൂടെ വളർന്ന ദൈവനിഷേധവും സഹോദര വിദ്വേഷവും അതിരുകൾ ലംഘിച്ച് ഭൂമിയിൽ മനുഷ്യജീവിതം അസാധ്യമാക്കി തീർക്കുന്നതാണ് ഉൽപ്പത്തി 6. അതായത് ഭൂമിയിലെങ്ങും അധാർമികത നിറഞ്ഞു. അപ്പൊ ഈ അധാർമികതയെ തുടച്ചു നീക്കാനായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ മനുഷ്യവർഗത്തെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്ന ദൈവം നീതിമാനായ നോഹയെയും കുടുംബത്തെയും വ്യത്യസ്തമായിട്ട് കാണുകയാണ്. കാരണം നോഹയാണ് പെട്ടകമുണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചതും പിന്നീട് എല്ലാത്തിൽ നിന്ന് 2 ആളുകൾ ഇത് ചെയ്തു. അങ്ങനെ നോഹയുടെ പിൻഗാമിയാണ് അബ്രഹാം. ഇവിടെ നമുക്ക് കാണാവുന്ന വേറൊരു വസ്തുത, അതുവരെ മനുഷ്യൻ മൃഗത്തെ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ പെട്ടകത്തിന് ശേഷം അവര് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭൂമിയിലൊന്നും അവർക്ക് കഴിക്കാനായിട്ടില്ല. അപ്പോ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കുക. അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ബൈബിളിൽ നോക്കുമ്പോഴേ മാംസം ഭക്ഷിക്കാനായിട്ടുള്ള ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുന്നു. അപ്പോ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുണ്ട്, കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഈ നോഹയുടെ പിൻഗാമിയായിട്ട് വന്ന വ്യക്തിയാണ് അബ്രാഹാം എന്നുള്ളത്. പിന്നെ നമ്മൾ കാണുന്നതാണ് സൊദോമിന്റെ പാപം, ഭോഗാസക്തിയും വ്യഭിചാരവും മാത്രമല്ല ദൈവഭയമില്ലാതെ ജീവിച്ചു എന്നാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വെളിപാട് 11:8 കാണാം, ഏശയ്യ 1:4-10 ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭോഗാസക്തിയും വ്യഭിചാരം മാത്രമല്ല ദൈവഭയമില്ലാതെ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോഴും എന്നിലെ ഈ ഭോഗാസക്തിയും വ്യഭിചാരം നിറയും. കർത്താവിന്റെ വഴിയിലൂടെ നടക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്
കർത്താവിന്റെ ഹിതം നിറവേറ്റണം, അനുവർത്തിക്കണം. അതുപോലെ ഉടമ്പടിയുടെ കൽപ്പനകൾ, 10 കൽപ്പനകളും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഞാൻ അതിന്റെ പൂർണ്ണതയില് നിർവഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നീതി എന്നുള്ളതിന്റെ ഹീബ്രു വേർഡാണ് സദക്. ന്യായം എന്നുള്ളത് മിഷ്പാത്ത് ആണ്. അപ്പോ നീതിമാൻ, ഇത് കർത്താവിന് പ്രീതികരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവനെ വിളിക്കുന്നതാണ്. സങ്കീർത്തനം 1 സങ്കീർത്തനം, എല്ലാ സങ്കീർത്തനങ്ങളുടെയും ആമുഖമായ 1 സങ്കീർത്തനത്തിലെ 2 വഴികളെ കുറിച്ചാണ് പറയുന്നത്. 2 വഴികളെ കുറിച്ച്, ഒന്ന് നീതിമാന്റെ വഴിയും രണ്ടാമത്തേത് ദുഷ്ടന്റെ വഴിയാണ്. അപ്പോ നീതിമാന്റെ വഴി കർത്താവിന് അറിയാം, പക്ഷെ ദുഷ്ടൻ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? അവൻ കാറ്റ് പറത്തുന്ന പതിര് പോലെയാണെന്നുള്ളത്. അവൻ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ നീതിമാനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്നാൽ നീതിമാൻ എപ്പോഴും ജോഷ 1:8 പറയുന്നത് പോലെ രാവും പകലും കർത്താവിന്റെ വചനത്തെ കുറിച്ച് ധ്യാനിച്ച് നടക്കുന്നവന്, കണ്ടിന്യൂസ് ആയിട്ട് അവൻ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ. അവൻ പരിഹാസന്റെ പീഠങ്ങളിൽ ഇരിക്കുന്നില്ല, പാപിയുടെ വഴിയെ നടക്കുന്നില്ല, ദുഷ്ടരോട് കൂട്ടുചേരാത്തവനാണ്. അപ്പോ നിഷ്കളങ്കരായിട്ട് ജീവിക്കുന്ന, എപ്പോഴും നീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നീതിമാൻ നീതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ വേറൊരു അർത്ഥമുണ്ട്, നിഷ്കളങ്കനായിട്ട് ജീവിക്കുക. സങ്കീർത്തനം 15:2 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? ചോദ്യം ചോദിക്കാണ്. നീതി പ്രവർത്തിക്കുന്നതിനും നിഷ്കളങ്കനായി ജീവിക്കുന്നതിനും, അതായത് ദൈവപ്രമാണം അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവനാണ് നീതിമാൻ. ഇപ്പോ ഇവിടെ നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നതോടൊപ്പം അവന്റെ സഹോദരങ്ങളോടും നീതി കാണിക്കുന്നവനാണ്. അപ്പൊ ഇത് ഒരു സാമൂഹ്യ നീതിയുടെ വശം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. മിഷ്പാത്ത്, ന്യായം എന്ന് പറയുമ്പോൾ മിഷ്പാത്ത് ആണ്. അതായത് ഷഫാത്ത് എന്ന് പറഞ്ഞാൽ വിധിക്കുക, ന്യായം വിധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോ നിഷേധിക്കപ്പെട്ട നീതി പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോ മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെട്ട നീതി പുനഃസ്ഥാപിക്കാം. അപ്പൊ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി പരിപാലിക്കാൻ, ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി പരിപാലിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി എനിക്ക് അതിൽ അടങ്ങിയിട്ടുണ്ടിരിക്കുന്നു. ഈ സംവിധാനത്തെ നഗര കവാടം നീതിന്യായ കോടതി എന്ന് ബൈബിളിൽ വിളിക്കുന്നു. അപ്പോ ദൈവം നീതിന്യായം നടത്തുന്ന പല കാര്യങ്ങളും നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി പല ന്യായങ്ങളും അവിടെ കേസുകൾ വിസ്തരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സമയമുള്ളപ്പോൾ നിങ്ങൾ അത് വായിച്ചേക്കണം. പ്രത്യേകിച്ച് സങ്കീർത്തനം 51-52 ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക എന്ന് പറഞ്ഞത്. അതായത് ആകാശം ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മൊത്തം ദൈവം വിളിച്ചിട്ടാണ് തന്റെ നീതി അവിടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ മിഷ്പാത്ത് എന്ന് പറയുമ്പോൾ നിഷേധിക്കപ്പെട്ട നീതി ഞാൻ എൻ്റെ വ്യവഹാരത്തിലൂടെ നടപ്പിലാക്കണം. അബ്രാഹത്തിന്റെ വിളിയിൽ നമുക്ക് മനസ്സിലാക്കും, കർത്താവിന്റെ തിരുഹിതം മനസ്സിലാക്കി അപ്രകാരം ജീവിച്ച് അബ്രാഹം അത് ജീവിക്കാനായിട്ട് മക്കളെ പഠിപ്പിച്ചു. അപ്പൊ കുടുംബജീവിതം നയിക്കുന്ന അവരെ നമ്മള് ദൈവത്തിന്റെ ഹിതം മാതാപിതാക്കൾ മനസ്സിലാക്കണം, അത് ജീവിക്കണം, അത് മക്കളെ പഠിപ്പിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇനി വേറെ മറ്റു ജീവിതം നയിക്കുന്നവരായാലും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണം, അത് ജീവിക്കണം, ജീവിക്കാൻ കൂടെയുള്ളവരെ നമ്മൾ പഠിപ്പിക്കുകയും വേണം. മനുഷ്യബന്ധത്തെ നിയന്ത്രിക്കുന്നത് മനസാക്ഷിയും മനസാക്ഷിയെ രൂപപ്പെടുത്തുന്നത് നിയമങ്ങളും, ഈ നിയമങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. അപ്പോ എൻ്റെ ബന്ധത്തെ നിയന്ത്രിക്കുന്നത് മനസാക്ഷിയാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ കേൾക്കും, ഞാൻ എൻ്റെ മനസാക്ഷി പ്രകാരമാണ് ഈ കാര്യം ചെയ്തത്. അപ്പൊ ഈ മനസാക്ഷിയെ ആരാണ് നിയന്ത്രിക്കുകയെന്ന് ചോദിച്ചാല് അതാരാണെന്ന് ചിലപ്പോൾ ആ വ്യക്തികൾക്ക് ഉത്തരം കിട്ടാണ്. ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്താണെന്ന് പലരും പറയുന്നതേക്കാം. ഈ മനസാക്ഷി നല്ലതാകണമെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകണം. ഒപ്പം എൻ്റെ തിരുസഭയുടെ നിയമങ്ങളും സമൂഹത്തിന്റെ നിയമങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമാണ് എൻ്റെ മനസാക്ഷി, നല്ലൊരു മനസാക്ഷി എനിക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അന്ധമായ തീക്ഷ്ണത, അല്ലെ, അന്ധമായ തീക്ഷ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഉൽപ്പത്തി 38:25 അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. യൂദ തന്റെ പുത്രഭാര്യ വേശ്യാവൃത്തി മൂലം ഗർഭിണിയായിരിക്കുന്ന വാർത്ത കേട്ട് ധാർമ്മിക രോഷത്താൽ ജ്വലിച്ച് അമ്മായിയപ്പനാണ് ഈ ശിക്ഷാവിധി കൽപ്പിക്കുന്നത്. പിന്നീട് നമുക്കറിയാം എന്താണ് അവിടെ ഉണ്ടായത്. ഭർത്തൃ സഹോദര ധർമ്മം, മക്കളില്ലാതെ മരിക്കുന്ന സഹോദരന്റെ ഭാര്യയെ സ്വീകരിച്ച് പിന്തുടർച്ച അവകാശം നിലനിർത്തുക. നമ്മൾ ബോവാസിന്റെ റൂത്തിന്റെ കഥയെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി കുറ്റം ആരോപിക്കുന്നവൻ തന്റെ കുറ്റത്തെ പറ്റി ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ ഒരിക്കലും സ്വന്തം കുറ്റത്തെ പറ്റി ഇവിടെ ചിന്തിക്കുന്നില്ല. അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. ആചാരങ്ങളും നിയമങ്ങളും പാലിക്കാനും നടപ്പിലാക്കാനും ബന്ധപ്പെടുന്നവർ അവ തന്നെ ലംഘിക്കുന്നതിലെ വിരോധാഭാസം. ഇപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഒതന്റിസിറ്റി ഉണ്ടാകുകയില്ല. അപ്പൊ ആചാരങ്ങളും നിയമങ്ങളും നമ്മൾ പാലിക്കാൻ അതിനായിട്ട് നമ്മൾ പലതും പറയുന്നു, പക്ഷെ അവർ തന്നെ അത് ലംഘിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു വിരോധാഭാസം കാണും. അതുകൊണ്ട് മാതാപിതാക്കള് ചില കാര്യങ്ങൾ മക്കളോട് പറയുമ്പോൾ അതിനായിട്ട് മുന്നേ അവരതനുസരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അധികാരം ലഭിക്കുന്നതനുസരിച്ച് അവ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ജീവൻ സംരക്ഷിക്കുക, നിലനിർത്തുക, ഇവ നീതിയുടെ മുഖ്യ ലക്ഷണങ്ങളാണ്. നീതിബോധം നഷ്ടപ്പെടുന്ന ഭക്തിയും മതാചാരങ്ങളും ഹീനവും ഭീകരവുമായിട്ട് മാറും. അപ്പൊ ചിലവര് ഭക്തി തീക്ഷ്ണത മൂത്ത് എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് നീതി കൊടുക്കാതിരിക്കുകയും മറ്റുള്ളവരെ ഹനിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരുന്ന ഒരു ചിന്തയാണ് ഞാൻ മാത്രം വിശുദ്ധൻ, മറ്റെല്ലാവരും പാപികള്. ഈ ഫരിസേയ മനോഭാവവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയെല്ലാം സാമൂഹ്യ നീതി നടപ്പിലാകാതെ പോവുകയാണ്. നീ ക്ഷമിക്കുന്ന സ്നേഹം ഈ സാമൂഹ്യ നീതിക്ക് അനിവാര്യമാണ്. ഉൽപ്പത്തി 50:19-21 ജോസഫിന്റെ സ്റ്റോറിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. പ്രതികാരമൊന്നും പരിഹാരമാകില്ല, ക്ഷമിക്കുന്ന സ്നേഹമാണ് എന്തിനും ഉറപ്പാവുകയുള്ളൂ. അപ്പോ നമ്മളും ഈ ക്ഷമിക്കേണ്ടതായിട്ട് പല കാര്യങ്ങളും നമുക്ക് വരും. നമ്മൾ ക്ഷമിക്കാതെ ഇരുന്നാല് ഒരിക്കലും അത് അവിടെ ദൈവത്തിന്റെ കരുണ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കുന്ന വ്യക്തി എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കും. പ്രതികാരം ചെയ്യുന്തോറും ഈ പ്രതികാരം കൂടി വരികയുള്ളൂ. ഇപ്പൊ പ്രതികാര ചിന്ത ഉണ്ടായ ആളുകളാണ് ഒന്ന് കായേൻ, ആബേൽ, ലാമെക്. മുറിപ്പെടുത്തിയവനെയും അടിച്ചവനെയും ഞാൻ കൊന്നു. സാവൂള്, ദാവീദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം. പ്രതികാര നിയമം മനുഷ്യ ചരിത്രത്തിന്റെ ഇടവഴികളെ രക്തം കൊണ്ട് നനച്ചു. ഭീതി കൂടാതെ ആരും അപരനെ ദ്രോഹിക്കരുത് എന്ന ലക്ഷ്യമാണ് പ്രതികാര നിയമത്തിനായിട്ടുള്ളത്. ഈശോ പ്രതികാരമല്ല, ക്ഷമിക്കുന്ന നീതിയാണ് കൊണ്ടുവന്നത്. ഈശോ പറയണ മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം എന്ന് പറയാണ്. ലൂക്കാ 6:36 ബൈബിൾ ഉള്ളവർക്ക് തുറന്നു വായിക്കാം. ലൂക്കാ 6:36 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം എന്ന് പറയുകയാണ്. അതായത് പരിപൂർണത എന്ന് പറയുന്നത് കരുണയുടെ മറ്റൊരു പര്യായമാണ്. പരിപൂർണത എന്ന് പറയുന്നത് കരുണയുടെ മറ്റൊരു പര്യായമാണ്. പരിവർത്തനം ആവശ്യമായിരിക്കുന്നത് മനുഷ്യ ഹൃദയത്തിലെ നിയമനിർമ്മാണത്തെ നയിക്കുന്നത് ഈ സ്നേഹമാണ്. അപ്പൊ സ്നേഹമുള്ളിടത്ത് മാത്രമാണ് കരുണയുണ്ടാവുകയുള്ളൂ. ഈ നീതിയുള്ളിടത്ത് ഉണ്ടാകുന്ന വേറൊരു വസ്തുതയാണ് നമ്മൾ ജീവന്റെ കാവൽക്കാരായിട്ട് മാറും. നമ്മൾ പുറപ്പാട് 1:17 സൂതികർമ്മികളെ കുറിച്ച് വരുന്നത്. അവര് പറയുന്നത് ദൈവഭയമുള്ളവരായിരുന്നു, അതുകൊണ്ട് രാജാവ് പറഞ്ഞ പോലെ അവര് ചെയ്തില്ല, ആ കൊച്ചിനെ അവരെ സംരക്ഷിച്ചു എന്ന് പറയുകയാണ്. ഇസ്രായേൽക്കാര് നമ്മുടെ ഈജിപ്തിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ ഫറവോ ഇസ്രായേൽക്കാർക്ക് നിർബന്ധിത ജനന നിയന്ത്രണം ഏർപ്പെടുത്തി പിറക്കുന്ന ആൺകുട്ടികളെ വധിക്കുക. അതായത് അവിടെ ഉദ്ദേശം ഇസ്രായേലിന്റെ വംശനാശം കൊണ്ടുവരാണ്. പക്ഷെ ഈ സൂതികർമ്മിണികളുടെ 2 സ്ത്രീകള് ഷിഫ്ര, പൂവ, ഇവരെന്ത് ചെയ്തു, ഈ രാജാവിന്റെ നിയമം അവര് ലംഘിച്ച് അവര് നമ്മുടെ മോശയെ സംരക്ഷിക്കുകയാണ്. നിയമവും രാജനിയമവും പരസ്പര വിരുദ്ധമാകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഈ 2 സ്ത്രീകൾ പഠിപ്പിക്കുകയാണ്.
അവര് രാജാവിനേക്കാള് ദൈവത്തെ അവര് ഭയപ്പെട്ടു. ചിലപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെക്കാള് ദൈവ നിയമത്തെക്കാൾ രാജ്യത്തിന്റെ നിയമത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തെ നമ്മൾ മറന്നു പോവുകയാണ്. അവിടെ സാമൂഹ്യ നീതി നഷ്ടപ്പെടുകയാണ്. രാജാവും ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവനും ദൈവ നിയമത്തിന് അധീനനാണ്. മോശ ഫറവോ ആൺകുട്ടികളെ വധിക്കുന്നു. ഫറവോയുടെ മകൾ തന്നെ കരയുന്ന കുഞ്ഞിനോട് അനുകമ്പ കാണിക്കുന്നു. നമുക്കറിയാം, ഈ ഫറവോയെ നൈൽ നദിയിലേക്ക് ഞാങ്ങണ കെട്ടിയ തൊട്ടിയിൽ അങ്ങനെ ഒഴുക്കി കൊണ്ടുപോയപ്പോൾ ഫറവോയുടെ മകൾ തന്നെ തന്റെ പിതാവിന്റെ കൽപ്പന ലംഘിച്ച് ഈ ഹെബ്രായ ബാലനെ വളർത്തുന്നു. അവിടെ അവളും നീതി കാണിക്കുകയാണ്. ഫറവോ കൊല്ലാൻ ആജ്ഞാപിച്ച കുഞ്ഞ് ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ തന്റെ മകളാല് വളർത്തപ്പെടുകയാണ്. ഇവിടെ അത്രമാത്രം കരുണ അവിടെ കാണുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ബലപ്രയോഗവും കൊലപാതകവും വഴി ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മർദ്ദകനെ വധിച്ചുകൊണ്ട് മർദ്ദനം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. മോശ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. മർദ്ദകനെ കണ്ട് മർദ്ദിച്ചുകൊണ്ട് വധിച്ചു. പക്ഷേ അവിടെ ഒരു വിജയം നേടിയില്ല. 1995 മാർച്ച് 25 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവന്റെ സുവിശേഷം എന്ന ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ മരണ സംസ്കാരത്തിന് നിലനിൽപ്പില്ല, നമ്മൾ ഓരോരുത്തരും ജീവന്റെ കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. ഇനി സാമൂഹ്യ നീതിയുടെ മറ്റൊരു വശമാണ് നിലവിളി കേൾക്കുന്ന ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം പുറപ്പാട് 2:23-25 കാണാം, അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ കരച്ചിൽ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നിലവിളിക്കുന്ന മനുഷ്യൻ പ്രത്യാശയുള്ളവനാണ്. അതായത് നമ്മളെ ഒരാൾക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കരച്ചിൽ ദൈവം എന്തെങ്കിലും കേൾക്കും. ദൈവം നിശബ്ദനായിരിക്കുന്ന ഒരു ദൈവമല്ല. ഇനി മോശയും കത്തിജ്വലിക്കുന്ന മുൾപടർപ്പ്. അവിടെ അതിനു മുൻപ് മോശ നേതാവാകാൻ ശ്രമിച്ചു, അവിടെ വിജയിച്ചില്ല. ദൈവം ഏൽപ്പിച്ചു. മോശയെ വിളിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുക. പുറപ്പാട് 3:4 അപ്പൊ അവിടെ പറയുന്നുണ്ട്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, എന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഈ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് മോശയുടെ ടോട്ടൽ സറണ്ടർ ആണ്. മോശ പൂർണ്ണമായിട്ടും ദൈവത്തിന് അടിയറ വയ്ക്കണം. ഇനി മോശയുടെ ഉടമസ്ഥാവകാശം മോശയ്ക്കല്ല, ദൈവത്തിനാണ്. ആ ഒരു ആശയമുണ്ട്. ഒപ്പം മോശ ഒരു സമൂല പരിവർത്തനത്തിന് വിധേയനാകാനും കൂടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ മോശയെ വിളിച്ചപ്പോൾ മോശ പെട്ടെന്ന് ദൈവത്തോട് മറുപടി കൊടുത്തില്ല. അദ്ദേഹം ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസ് ദൈവം വിളിച്ചപ്പോ പറഞ്ഞത് മോശ തന്നെയാണ്. ഓരോ തൊടുന്യായങ്ങൾ പറയും, അതിനെല്ലാം ദൈവം ഉത്തരം കൊടുക്കും. അവസാന ആള് പറഞ്ഞു, ഞാനൊരു വിക്കനാണ്, അതുകൊണ്ട് നീ പറയുന്ന കാര്യമൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് അഹ്റോനെ കൂട്ടി നൽകുന്നത്. അപ്പൊ ഈ മോശ പറയുമ്പോൾ ഞാൻ ഫറവോയുടെ അടുത്തെന്ന് പറഞ്ഞാൽ ചോദിക്കും, ആരാണ് നിന്നെ അയച്ചത്, നിന്റെ പേരെന്താണ്? അപ്പൊ ദൈവം പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ്. ഈ ദൈവത്തിന് പേരില്ല. അപ്പൊ ദൈവം തന്റെ പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തിയത്, ഞാൻ അടിമത്തത്തിൽ നിന്നും ഈ ജനതയെ മോചിപ്പിച്ച് നീ നിൽക്കുന്ന ഈ മലയിൽ അവർ ആരാധിക്കാൻ വരും. അതിലൂടെ ഞാൻ ആരാണെന്ന് മനസ്സിലാകും. എനിക്ക് അങ്ങനെ ഒരു പേരിലൂടെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന വലിയൊരു സത്യം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈജിപ്തിനെതിരെ ആഞ്ഞടിച്ച മഹാമാരികള്, അതായത് അനീതിക്കും അക്രമങ്ങൾക്കും പ്രപഞ്ചശക്തിയിലൂടെ നീതി നടപ്പാക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. നമ്മളും നമ്മുടെ നീതി നടപ്പാക്കാതെ ഞാൻ ദൈവത്തോടും മനുഷ്യരോടും മറുതലിക്കുമ്പോൾ ഈ പ്രപഞ്ചം പോലും എനിക്കെതിരായിട്ട് തിരിയും. ഇന്ന് പ്രപഞ്ചത്തിലെ പല സംഭവങ്ങളും നടക്കുന്നത് ഞാൻ ദൈവത്തോടും മനുഷ്യനോടും മറുതലിക്കുമ്പോഴാണ്. ഈ 10 പ്രമാണങ്ങളിലൂടെ നമ്മൾ നീതിയുടെ അടിസ്ഥാനം കാണാനായിട്ട് സാധിക്കും.
നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു എന്ന് ലേവ്യര് 26:13. കാരണം ഈ നമ്മുടെ നുകത്തിന്റെ ഭാരം, അല്ലെ, സമൂഹത്തിലെ ചില കാര്യങ്ങളുടെ ഭാരം മൂലം എനിക്ക് നിവർന്ന് നടക്കാനായിട്ട്, നീതി നിഷേധിക്കപ്പെട്ടതിന്റെ പേരില് എനിക്ക് നിവർന്ന് നടക്കാൻ സാധിക്കാതെ പോവുകയാണ്. അപ്പോ എന്റെ മുഖമെല്ലാം ദൈവം പൊട്ടിക്കും. ഞാൻ ദൈവത്തില് പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. പലപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റു പലതിലും ആശ്രയിക്കുമ്പോൾ എന്റെ മുഖത്തിന്റെ കയറുകള് പൊട്ടിക്കാൻ സാധിക്കാതെ വരികയാണ്. ഞാൻ മോചിപ്പിച്ച ജനം ആരുടെയും അടിമകളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽക്കാര് ഈജിപ്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ചെങ്കടൽ കടന്ന് സീനായ് മരുഭൂമിയുടെ അടിവാരത്തെത്തിയപ്പോൾ ദൈവം അവരുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു. ദൈവം ഇസ്രായേൽക്കാരുമായി ഉടമ്പടി സ്ഥാപിച്ചു. അതിലൂടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പോ ഈ ജനം എന്ന് പറയുന്നത് എൻ്റെ മാത്രം സ്വന്തമാണ്. അപ്പൊ ഈ ജനം ആരുടെയും അടിമകളാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ദൈവത്തിന്റെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഈശോയെ സ്നേഹിക്കുന്നവര് ആരുടെയും അടിമകളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് സ്വാതന്ത്ര്യവും അഭിമാനവും ഉള്ളവരായിരിക്കണം. ദൈവത്തെ നോക്കി നടക്കേണ്ടവരായിരിക്കണം. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല, നീതിനിഷ്ഠമായ ഒരു കൂട്ടായ്മയായി മനുഷ്യൻ വളരണം. അതിനായിട്ടാണ് 10 പ്രമാണങ്ങൾ നൽകുന്നത്. അപ്പോ എൻ്റെ കൂടെയുള്ളവരെ ഈ ഒരു ഡിഗ്നിറ്റിയിലേക്ക്, ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഗ്നിറ്റിയിലേക്ക് വളർത്താനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു ഡിഗ്നിറ്റിയിലേക്ക് ഞാൻ വളരേണ്ടിയിരിക്കുന്നു. കൽപ്പനകള് ഉടമ്പടിയുടെ പ്രമാണങ്ങളാണ്, സാമൂഹ്യ നീതിയുടെ മഗ്നക്കാർട്ടയാണ്. ദൈവ മനുഷ്യ ബന്ധത്തെയും മനുഷ്യൻ പരസ്പരമുള്ള ബന്ധത്തെയും നയിക്കുക, നിയന്ത്രിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്ത് തന്നിരിക്കുന്നത്? 10 പ്രമാണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. പുറപ്പാട് 19:4-6. പുറപ്പാട് 19:4-6 ദൈവം പറയുന്നുണ്ട്, നമ്മളൊരു വിശുദ്ധ ജനമാകാൻ, യഹൂദരൊരു വിശുദ്ധ ജനമാകാൻ വിളിക്കപ്പെട്ടവരാണ്, പുരോഹിത രാജ്യമാകാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ജനമാകാൻ വിളിക്കപ്പെട്ടവരാണ്, പുരോഹിത രാജ്യമാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം 10 പ്രമാണങ്ങൾ തന്നിരിക്കുകയാണ്. ഈ 10 പ്രമാണങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ദൈവ മനുഷ്യ ബന്ധം, അതായത് ആദ്യത്തെ 3 പ്രമാണങ്ങളിലെ ദൈവ മനുഷ്യ ബന്ധം കാണാം. രണ്ടാമത്തേത് മനുഷ്യൻ പരസ്പരമുള്ള ബന്ധം, അതായത് 7 പ്രമാണങ്ങളില് മനുഷ്യൻ പരസ്പരമുള്ള ഒരു ബന്ധത്തെ കാണുകയാണ്. അപ്പൊ ആദ്യത്തേതില് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, രണ്ടാമത്തേത് 7 പ്രമാണങ്ങൾ, അവസാനത്തെ 7 പ്രമാണങ്ങള് മനുഷ്യർ പരസ്പരമുള്ള ബന്ധം. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയായാല് മനുഷ്യരുമായിട്ടുള്ള ബന്ധം ശരിയാവും. അപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രമാണങ്ങൾക്ക് ഞാന് പ്രാധാന്യം കൊടുക്കണം. അത് മനുഷ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് എന്നെ വളർത്തും. കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ പ്രമാണങ്ങളുടെ സ്ഥാനക്രമണത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യ പ്രമാണം ദൈവാരാധനയെ സംബന്ധിച്ച് വിഗ്രഹ നിർമ്മാണം, വിഗ്രഹാരാധനയും വിലക്കുന്നു. കർത്താവാണ് വിമോചകൻ, വിമോചകനായ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. അവിടെയാണ് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. ഞാൻ മറ്റ് പലതിൻ്റെയും പിന്നാലെ പോയാല് എനിക്ക് അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. ഈ രണ്ടാം പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആദരവും വിധേയത്വവും, അതായത് സാമൂഹ്യ നീതിയുടെ ഒരു സംരക്ഷണം എനിക്ക് അവിടെ ലഭിക്കും. അപ്പോ ദൈവത്തോട് ഞാൻ ആദരവ് കാണിച്ചാലും വിധേയത്വം കാണിച്ചാലാണ് എനിക്ക് മറ്റുള്ളവരോടുള്ള ഒരു സംരക്ഷണം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാം പ്രമാണത്തിൽ പറയുന്നത് അധ്വാനിക്കുന്ന മനുഷ്യനെ വിശ്രമിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തണം. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തി മനുഷ്യന് സംരക്ഷണം നൽകുന്നതാണ് ആദ്യത്തെ 3 പ്രമാണങ്ങൾ. അപ്പോ ഈ ഒരു നമ്മളിത് ചിലപ്പോഴൊക്കെ നമ്മുടെ കീഴിലുള്ളവർക്ക് ഒരു റെസ്റ്റ് ഇല്ലാത്ത പോലെ ജോലി കൊടുക്കുമ്പോഴേക്കും അവിടെ അവന്റെ അവകാശം, സാമൂഹ്യ നീതി നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ അവനും എൻ്റെ കൂടെയുള്ള സഹോദരനാണ്,
എന്റെ തന്നെ സഹോദരനാണ്. അപ്പൊ അവനും വിശ്രമം നൽകേണ്ടത് ആവശ്യമാണെന്ന് ഈ ദൈവത്തോടുള്ള ബന്ധമുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇനി കുടുംബമാണ്, ഞാൻ പല പ്രാവശ്യമായി പറയുന്നു, കുടുംബമാണ് സാമൂഹ്യനീതിയുടെ പഠനക്കളരി. കുടുംബത്തിലാണ് സാമൂഹ്യനീതി ആദ്യം പാലിക്കേണ്ടത്. അതാണ് പഠനശാല, പഠനക്കളരി. അവിടെ നിന്നാണ് നാം ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സാമൂഹ്യനീതി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പുറപ്പാട് 20:13 വായിക്കുന്നുണ്ട്, നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പൊ പിതാവിനെയും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ആ മക്കളുടെ ഒരു ദൗത്യമാണ്. ഇതിനായിട്ട് മാതാപിതാക്കള് പരസ്പരം ബന്ധമുള്ളവരായിരിക്കണം, മക്കൾക്ക് നല്ല മാതൃക നൽകുന്നവരായിരിക്കണം. അവരുടെ കെട്ടുറപ്പ്, സ്നേഹം, ക്ഷമ, കരുണ, ഇങ്ങനെയുള്ള മാതാപിതാക്കള് അവർക്ക് എളുപ്പമുണ്ടായിരിക്കും. മാതാപിതാക്കള് എന്ത് തോന്നിയാസം ചെയ്തിട്ട് മക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് അത് അത്രമാത്രം നടക്കുകയില്ല. അപ്പൊ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് നന്നായിട്ട് ജീവിക്കാനായിട്ട്. നമുക്കറിയാം, കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ട്. അപ്പോ ഇവിടെ ദീർഘകാലം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കുറെ വർഷം ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ല, ഇതൊരു നിത്യ ജീവിതമാണ്. ഒരു നിത്യ ജീവിതത്തിനായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ജീവന് സംരക്ഷണം, ഈ സാമൂഹ്യ നീതികളോടത്ത് ജീവന് സംരക്ഷണം നൽകും. പുറപ്പാട് 20:14, നിയമാവർത്തനം 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, കൊല്ലരുത്. അതായത് ജീവൻ നൽകാൻ സംരക്ഷണവും കരുതലുമുണ്ട്. ദ കാറ്റസിസം ഓഫ് ദ കാത്തലിക് ചർച്ചില് 2258 മുതൽ 2330 വരെ, അതുപോലെ യുവജന മതബോധന ഗ്രന്ഥത്തിലെ നമ്പേഴ്സ് 338 to 399, ഇതിലെല്ലാം ഞാൻ കൊല്ലാതെ ജീവൻ നൽകേണ്ടതും സംരക്ഷിക്കേണ്ടതും മറ്റുള്ളവർക്ക് കരുതലാകുന്നതിനെ കുറിച്ചെല്ലാം തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യജീവനിലോട് ആദരവ്, വ്യക്തികളോടുള്ള വ്യക്തി മഹാത്മ്യത്തോടുള്ള ആദരവ്, സമാധാന സംരക്ഷണം, ജീവനെ ക്ഷയിപ്പിക്കുന്നതോ അപകടപ്പെടുത്തുന്നതോ നശിപ്പിക്കുന്നതായ സകല പ്രവൃത്തികളും, അതായത് ഭ്രൂണഹത്യ മുതല് കൊലപാതകത്തിന്റെ അങ്ങേയറ്റം ക്ലൈമാക്സ് വരെ എല്ലാ പ്രവൃത്തികളും, മനോഭാവങ്ങളും സംവിധാനങ്ങളും ഈ പ്രമാണത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ മനുഷ്യാത്മാവിനെ, മനുഷ്യജീവനെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം. അപ്പൊ നമ്മള് കൊല്ലുന്നത് ഒരു സാമൂഹ്യ നീതിക്ക് എതിരാണ്. മനുഷ്യജീവൻ അതിന്റെ സമഗ്രതയിൽ നമ്മൾ സംരക്ഷിക്കണം. ഗർഭചിത്രം ദയാവധവും പ്രമാണ ലംഘനമാണ്. അപരന്റെ ആവശ്യങ്ങൾക്ക് നേരെ നിസ്സംഗതയോടെ കണ്ണടയ്ക്കുന്നതും കൊലപാതകമാണ്. അതുപോലെ കോപിക്കല്, ഭോഷൻ, വിഡ്ഢി എന്നിവ വെറുപ്പിന്റെ ചിന്താഗതികളാണ്. പ്രമാണത്തിന്റെ അന്തസ്സത്ത തന്നെ കരുണയായിരിക്കണം. അതുപോലെ വന്യജീവി, മൃഗസംരക്ഷണം, ഇതെല്ലാം എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്നതിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു കരുതൽ എനിക്ക് ഉണ്ടായിരിക്കണം. അതില്ലാത്തടത്ത് സാമൂഹ്യ നീതിയില്ല. ഈ സ്വകാര്യ സ്വത്തിനെ കുറിച്ച് പറയുന്നതാണ് 7ഉം 10ഉം പ്രമാണങ്ങള്. ഭൂമിയിൽ മനുഷ്യജീവിതം സുഗമവും സുരക്ഷിതത്വവും സന്തോഷപ്രദവും ആകുന്നതിനുള്ള നിബന്ധനകള്: അന്യന്റെ വസ്തുക്കള് മോഷ്ടിക്കരുത്, മോഹിക്കരുത്, അഥവാ സ്വന്തമാകാൻ ആഗ്രഹിക്ക പോലും വരുത്. സകല ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുന്നുണ്ട്. അപ്പോ നമ്മള് മറ്റുള്ളവരുടെ കാര്യത്തില്, സ്വകാര്യ സ്വത്തിലെ നമ്മൾ എന്തെങ്കിലും അത് അവർക്ക് സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ളതാണ്. അപ്പോ അതില് എനിക്ക് മോഷ്ടിക്കരുത്, മോഹിക്കരുത്, അത് സ്വന്തമാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. സാമൂഹ്യനീതിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമമാണ് അതുള്ളത്. മറ്റുള്ളവരുടേത് നമ്മൾ മോഷ്ടിക്കരുത് എന്നുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ. ദൈവമാണ് ഭൗതിക വസ്തുക്കളുടെ അവകാശി. മനുഷ്യൻ പ്രതിനിധിയും ഉപഭോക്താവും. ആർക്കും ഉടമസ്ഥാവകാശമില്ല. ദൈവത്തിന് മാത്രമാണ് ഈ പ്രപഞ്ചത്തില് ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ.
ഞാൻ അതിന്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അപരന്റെ അവകാശമാണ് എന്റെ അവകാശത്തിന്റെ പരിധി. അപരന്റെ അവകാശങ്ങൾ ഞാൻ മാനിക്കണം. ഞാൻ മോഷ്ടിക്കരുത്, ഞാന് മോഹിക്കരുത്. കാരണം അത് അവന് ഉള്ളതാണ്. ഒരാൾക്ക് അവകാശപ്പെട്ടത് മറ്റൊരാൾക്ക് കരസ്ഥമാക്കരുത്, അതൊരു വിലക്കാണ്. ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായത് നമുക്ക് ലഭിക്കണം. വിശക്കുന്നവന് ആഹാരം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഇന്ന് നമ്മള് ഈ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴേ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ധൂർത്തടിക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പോ ഇവിടെ വിശക്കുന്നവൻ അവിടെ അവന്റെ വയറിന്റെ വിശപ്പല്ലേ, സാമൂഹ്യനീതി എന്തുമാത്രം ആർഭാടമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. ദൈവം സ്വതന്ത്രരായി സൃഷ്ടിച്ച അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയ ജനം ആരെയും അടിമകളാക്കരുത്. ഒപ്പം സ്വയം നമ്മളും അടിമകളാകരുത്. നമ്മൾ ആരുടെയും അടിമകളാകരുത്. ഒപ്പം ഞാൻ ആരെയും അടിമയാക്കരുത്. സാബത്ത്, ജൂബിലി വർഷങ്ങൾ, സാമൂഹ്യനീതി പുനഃസ്ഥാപിക്കപ്പെടുന്നുള്ള സംവിധാനങ്ങള്, ഇതെല്ലാം ബൈബിളില് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള ചില സംവിധാനങ്ങൾ മാത്രമാണ്. അവന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനായിട്ട്. അധ്വാനിക്കുന്ന മനുഷ്യന് കൂലി ലഭിക്കണം, അന്യായ കൂലി വാങ്ങരുത്. അപ്പൊ നമ്മുടെ കീഴിലൊക്കെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവന് നമ്മുടെ സൊസൈറ്റിയുടെ ലേബർ ലോ അനുസരിച്ചുള്ള കൂലി കൊടുക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ന്യായമായ വിധത്തില് ജോലി ചെയ്യാനും ഞാൻ ബാധ്യസ്ഥരാണ്. ഉഴപ്പാനായിട്ട് നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് അങ്ങനെ ഉഴപ്പി ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെയും ഞാൻ ജോലി ചെയ്യേണ്ടതാണ്. ഓക്കെ. അയൽക്കാരന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നത് മാരക പാപമാണ്. അതുപോലെ തന്നെ പണം പരമമൂല്യമായി പരിഗണിക്കുന്നിടത്ത് വിഗ്രഹാരാധന ഉടലെടുക്കുന്നു. ഇപ്പൊ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നിടത്ത് ദൈവത്തെ തന്നെ സ്നേഹിക്കണം. ഇനി 8ാം പ്രമാണം, വ്യാജ സാക്ഷ്യം വരുത്. പുറപ്പാട് 20:16 കാണുന്നു. സാമൂഹ്യനീതി സംജാതമാക്കാനും നിലനിൽക്കാനും ആവശ്യം വേണ്ട ഘടകമാണിത്. നമുക്ക് സത്യത്തോടൊരു തുറവി ഉണ്ടായിരിക്കണം. സത്യം പ്രവർത്തിക്കാനും സത്യം നടപ്പിലാക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കണം. ഒരുപാട് മിഷണറീസ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. സഭയുടെ ഔദ്യോഗിക പ്രബോധനം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 24:64 മുതൽ 25:13 കാണാം. യോഹന്നാൻ 8:31-32 പറയുന്നുണ്ട്, സത്യം സ്വതന്ത്രരാക്കുന്നിടന്ന്. സത്യം നിഷേധിക്കുന്നിടത്ത് അനീതി, അക്രമം, സകല തിന്മകൾ ഉടലെടുക്കുന്നു. മത്തായി 5:37 പറയുന്നുണ്ട്, കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പന സത്യം പ്രഘോഷിക്കാനുള്ള ഒരു കൽപ്പനയാണ്. സത്യം പറയുമ്പോഴും നമുക്ക് വിവേകം ആവശ്യമാണ്. നമ്മള് രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ഈശോയോട് ചോദിക്കുന്നില്ല എന്താണ് സത്യം എന്ന് ചോദിച്ചു പിലാത്തോസ് ചോദിച്ചപ്പോ ഈശോ മറുപടി പറയില്ല. അപ്പൊ എല്ലായിടത്തും എല്ലാ സത്യങ്ങളും നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല, വിവേകം ആവശ്യമാണ്. ഇനി ഒരു തീർത്ഥാടനം, പ്രലോഭനങ്ങൾ. സകലർക്കും സാമൂഹ്യനീതി സംലഭ്യമാകുന്ന സംവിധാനത്തിന്റെ പ്രതീകമാണ് വാഗ്ദത്ത ഭൂമി. ഇപ്പൊ യഹൂദരെ വാഗ്ദാന നാട്ടിലേക്ക് പോവുകയായിരുന്നു. കാരണം അവിടെ അവർക്ക് ദൈവം നീതി നടപ്പാക്കി കൊടുക്കുകയാണ്. അപ്പോ ഈ ഇതിനെയാണ് എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഇടത്തെയാണ് ദൈവരാജ്യം എന്ന് ബൈബിൾ വിളിക്കുന്നത്. വാഗ്ദത്ത ഭൂമിയിലേക്ക് ദീർഘമായ യാത്ര വേണ്ടി വന്നു. ആ വഴിക്ക് അവർക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി, വീഴ്ചകൾ ഉണ്ടായി. അവര് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി, അലസമായി പെരുമാറി, ആർത്തി, ആസക്തി, അധികാരമോഹം പീരുത്തും. ഇത് ഇന്നും എനിക്കുണ്ടാകും. ഞാന് എന്റെ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയില് എനിക്കും ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകും. ഞാൻ ഒരു ദൈവത്തിന് പകരം പല വിഗ്രഹങ്ങളെയും ഉണ്ടായിരിക്കും. അലസത, ആർത്തി, ആസക്തി, അധികാരമോഹം, പീരുത്തം, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആക്കൂർ താഴ്വര അനീതിയുടെ ഒരു സ്മാരകമാണ്. നമുക്കറിയാം, ആയിപ്പട്ടണത്തിലാക്കാൻ കൊള്ളം മുതൽ കട്ടവനാണ് ദൈവകൽപ്പന ലംഘിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് പരാജയം സംഭവിച്ചു. ആഖാനാണ് അവിടെ പാപം ചെയ്തത്, പക്ഷെ അത് സമൂഹത്തിന്റെ പതനത്തിന് കാരണമായി. അപ്പൊ ഞാൻ വ്യക്തിപരമായി പാപം ചെയ്യുമ്പോൾ അത് സമൂഹത്തിലെ തിന്മയ്ക്ക് കാരണമാകും. അപ്പൊ ഓരോരുത്തരും അവരായിരിക്കുന്ന സാഹചര്യത്തില് ജീവിതാവസ്ഥയിലെ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്.
രക്തമൊഴുകുന്ന വയലുകള് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ആഹാബ് രാജാവ് നാബോത്തിന്റെ വയലിനോടുള്ള മോഹം, അപ്പൊ അവിടെ രക്തമൊഴുകുന്നു. അവിടെ ഇസ്രായേൽക്കാരൻ്റെതാണല്ലേ, പക്ഷെ ഭൂമി ദൈവത്തിന്റെ ദാനവും പിതൃസ്വത്തും. അപ്പൊ ഇവിടെ രാജാവ് ദൈവനിയമം തെറ്റിക്കുന്നു, അവിടെ രക്തമൊഴുകുന്നു. ഇന്നും പലപ്പോഴും നമ്മള് ഈ രക്തമൊഴുകുന്നു സ്ഥലത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടിയിട്ട്. നരഭോജികൾ, ഇസ്രായേലിന്റെ തിരഞ്ഞെടുപ്പും ഈജിപ്തിൽ നിന്നുള്ള വിമോചനവും. ദൈവിക പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇസ്രായേൽ ജനതയെ എങ്ങനെ ഫോം ചെയ്തു, ഈ ലോക ജനതയ്ക്ക് മധ്യേ സത്യദൈവത്തിന് സാക്ഷ്യം വയ്ക്കുക. ഏലിയ പ്രവാചന്റെയും ജീവിതത്തിലെ ബാലദൈവങ്ങളുടെയും ആ കാര്യത്തിൽ നമുക്കറിയാം. അവിടെ ഏലിയ സത്യദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനതയെയും ദൈവം രൂപപ്പെടുത്തിയത് ഈ സത്യദൈവത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഞാനും ഇന്ന് എന്റെ ജീവിക്കുന്ന സാഹചര്യത്തില് സത്യദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സകലരും ദൈവത്തെ പിതാവായും പരസ്പരം സഹോദരങ്ങളായും അംഗീകരിച്ച് സന്തോഷമായി ജീവിക്കാനാണ് വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ യാത്രയിൽ നമുക്ക് പലപ്പോഴും അനീതി കാണാം, സ്വാർത്ഥത കാണാം, പിടിച്ചുപറി കാണാം. അപ്പൊ ഇവിടെ താഴേക്കുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഇനി ആരാധന ആഭാസങ്ങൾ, ഇതും ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽക്കാരെ ബേസിക്കലി ദൈവം മോശയോട് എന്ന് പറഞ്ഞു, അവരെ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവം ഈ മലയില് അവർക്ക് ആരാധന നടത്തുമെന്ന് പറയാണ്. അപ്പൊ ദൈവാരാധനയ്ക്കായി ഒന്നിച്ചു കൂട്ടപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം. പുറപ്പാട് 4:23 പറയുന്നുണ്ട്, എന്നെ ആരാധിക്കാനായിട്ട് ഈ ജനത്തെ വിട്ടയക്കണമെന്നാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനത്തെ വിട്ടയക്കണമെന്നാണ് ഫറവോയോട് മോശ പറയുന്നത്. അപ്പൊ ആ ദൈവ മനുഷ്യബന്ധത്തിന്റെ ഒരു പ്രതിഫലനമാണ് ആരാധനയിൽ കാണുക. അനീതി നിറഞ്ഞ സമൂഹത്തിന്റെ ആരാധന ദൈവം വെറുക്കുന്നു. അപ്പൊ അനീതി നിറഞ്ഞൊരു സമൂഹം ആരാധിക്കുമ്പോൾ അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഏശയ്യ 1:14-15 നിങ്ങളുടെ അമാവാസ്യകളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. പുരോഹിതന്റെ തെറ്റ് സമൂഹത്തെ നശിപ്പിക്കും. അവിടെ നമ്മള് കാളക്കുട്ടി, അഹ്റോനിലെ കാളക്കുട്ടി ഇത് ഉണ്ടാക്കിയ, അപ്പൊ അവിടെ ദൈവം മോശ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അഹ്റോന്റെ നേതൃത്വത്തിലാണ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. ദൈവത്തിന് അത് ഇഷ്ടമില്ലാത്തൊരു കേസാണ്, അത് സമൂഹത്തെ നശിപ്പിക്കാൻ. അപ്പോൾ ലീഡറായി നിൽക്കുമ്പോൾ, അധികാര സ്ഥാനത്ത് നിൽക്കുമ്പോൾ കൂടുതലും ദൈവകൽപ്പന അറിയാനും അത് പാലിക്കാനും കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഉടമ്പടിയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. ഇനി ഇവിടെ പ്രവാചക ആഹ്വാനം പറയുകയാണ്. ആമോസ് 5:24 നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെയും. അപ്പൊ ഇവിടെ ജനത്തിന് തെറ്റുപറ്റി. ഇപ്പൊ ഇവരോട് പറയാണ്, നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വരുന്നതിന് 2 കാര്യങ്ങളുണ്ട്. മടങ്ങി വരിക എന്ന് പറയുമ്പോൾ, ഒന്ന് വഴി തെറ്റിയവന് മാത്രമാണ്, അത് ബോധ്യമുള്ളവന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മടങ്ങി വരാനുള്ളത്. രണ്ടാമത്തത് എങ്ങോട്ടാണ് മടങ്ങേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവും അവരുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ മടങ്ങി വരണം. എങ്ങോട്ടാണ് മടങ്ങി വരേണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രവാചകന വചനങ്ങൾ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ല. വീണ്ടും വീണ്ടും ഒരു പാപം ചെയ്യുന്നു. പക്ഷെ ദൈവം നേരിട്ട് ഇടപെടും. അപ്പൊ ദൈവം ഇടപെട്ടാൽ മാത്രമാണ് ഈ തെറ്റിൽ നിന്നും തിരിച്ചു വരാനായിട്ട് സാധിക്കും. പ്രവാചക വചനങ്ങൾ നമ്മൾ ശ്രവിക്കണം. ഇന്ന് നമ്മൾ ദൈവിക വചനങ്ങൾ ശ്രവിച്ചാല് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഇവിടെ പറയാണ്, ഇതൊരു ദൈവവുമായിട്ട് നമുക്കൊരു ശാശ്വതമായൊരു വിവാഹബന്ധമാണ് നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കുന്നത്. മിക്ക പ്രവാചകന്റെ പുസ്തകം 7:7, ഏശയ്യ 9:6 നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 182, 183 കാണാനായിട്ട് സാധിക്കും. അവിടെ പറയാണ്, സ്ത്രീധനമായിട്ട് 5 കാര്യങ്ങളാണുള്ളത് നാം ചെയ്യേണ്ടത്. ഞാൻ നീതി പാലിക്കണം, സത്യം പ്രവർത്തിക്കണം, സ്നേഹിക്കണം, മറ്റുള്ളവരോട് കരുണ കാണിക്കണം, വിശ്വസ്തത കാണിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഞാൻ ദൈവവുമായിട്ട് നല്ലൊരു സമാധാന ബന്ധത്തിലായിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇത് ഞാനിങ്ങനെ വിശുദ്ധഗിരിയിൽ വസിക്കാൻ വേണ്ടി, ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് വിശുദ്ധഗിരിയിൽ വസിക്കാൻ വേണ്ടിയാണ്. കർത്താവെ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കുന്നിടത്ത് നമ്മളിത് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ സാമൂഹ്യ നീതിയോടുകൂടി ജീവിക്കുന്ന വ്യക്തിക്ക് കർത്താവിന്റെ വിശുദ്ധഗിരിയിലും അതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ശാശ്വതമായ ഒരു ജീവിത സന്തോഷമുണ്ടായിരിക്കും. നിരന്തരമായ ദൈവിക സാന്നിധ്യവും ദൈവഹിതവും അനുവർത്തിക്കാനായിട്ട് ഇവിടെ സാധിക്കും. ഇവിടെ
ദൈവഹിതം എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് 10 കൽപ്പനയിലൂടെ ഇസ്രായേൽക്കാർക്ക് ലഭിച്ചു. പിന്നീട് അവർ വാഗ്ദാന പേടകത്തിലെ 10 കൽപ്പനകൾ സൂക്ഷിച്ചു. സമാഗമ കൂടാരത്തിലെ ദൈവിക സാന്നിധ്യമായിട്ട് ജനത്തോടൊപ്പം ഇവരെ 10 കൽപ്പനകൾ തുടർന്നു. ഇനി ഈ ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിലും ദൈവത്തെ തേടിയുള്ള യാത്രയിലും ഈ 10 പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൂടെയെല്ലാം ദൈവത്തോട് ഒരു ബന്ധം പുലർത്താനും ഒപ്പം സമൂഹത്തിൽ ഒരു നീതി പുലർത്താനുമാണ് ദൈവം ഇസ്രായേൽക്കാരെ വിളിച്ചത്. അതിന്റെ ഒരു പരിസമാപ്തി നമുക്ക് ഈശോയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല സാമൂഹ്യ നീതിയുള്ളവർക്ക് ദൈവിക ബന്ധത്തിൽ വളരാനായിട്ട് സാധിക്കും.